അള്ളാഹുവും വിശുദ്ധ ഖുർആനും എന്താണോ മുസ്ലിങ്ങളോട് പറഞ്ഞത് ആ കാര്യം ഈ കാലഘട്ടത്തിൽ പ്രവാചകന്മാരുടെ പ്രതിനിധികളായിട്ട് അള്ളാഹുവിന്റെ റസൂൽ 14 നൂറ്റാണ്ട് മുമ്പ് ഏൽപ്പിച്ച ആ വസിയ്യത്ത്, പറഞ്ഞ വസിയ്യത്ത് ഏൽപ്പിച്ച ആ ദൗത്യം കയ്യിലെടുത്തുകൊണ്ട് ജീവിക്കുന്ന സമൂഹത്തോട് പറയാൻ, മുസ്ലിങ്ങൾക്ക് ഇത് പറയാൻ, ഇത് ഈ രൂപത്തിൽ ഈ ദൗത്യം നിർവഹിക്കാൻ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് ബാധ്യതയുണ്ടെന്ന് മുസ്ലിങ്ങളോട് പറയുക എന്നതാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് മുസ്ലിങ്ങളോട് പറയാനുള്ള കാര്യം. മനസ്സിലായില്ലേ? അതായത് മുസ്ലിങ്ങളോട് ജമാഅത്ത് ഇസ്ലാമി പറയുന്നു, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഉത്തമ സമുദായമാണ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാ. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കണം, തിന്മ തടയണം. ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്, നിങ്ങളെ ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു, നിങ്ങളെ വിവിധ ഗോത്രങ്ങളും വർഗങ്ങളുമാക്കി മാറ്റിയത്. നിങ്ങൾ പല ദേശക്കാരും പല നാട്ടുകാരും പല കുടുംബക്കാരും പല തറവാട്ടുകാരും പല വിഭാഗങ്ങളും ഒക്കെ ആയിട്ട് മാറിയിട്ടുള്ളത് ലിതആറഫു, നിങ്ങൾ പരസ്പരം അറിയാൻ വേണ്ടി മാത്രമാണ്, തിരിച്ചറിയാൻ വേണ്ടി മാത്രം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ആദരവുള്ളത്, മാന്യതയുള്ളത്, ബഹുമതിയുള്ളത്, ഔന്നിത്യമുള്ളത്, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ, പടച്ച തമ്പുരാനെ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ച് ജീവിക്കുന്നവരാരോ, തഖ്വ കൈക്കൊള്ളുന്നവരാരോ അവർക്കാണ് എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ് ഈ മാനവികതയുടെ അടിസ്ഥാനം. ഇന്ന് നമുക്കറിയാം, ലോകം, നമ്മുടെ രാജ്യം ഒക്കെ എത്ര പുരോഗതി പ്രാപിച്ചിട്ടും ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ, വൈജ്ഞാനിക മേഖലയിൽ എല്ലാം വലിയ കുതിപ്പ്, വലിയ പുരോഗതി നമ്മൾ നേടിയിട്ടും മനുഷ്യനെ ഒന്നായി കാണാൻ ഉള്ള ഒരു അവസ്ഥ ഇന്നും ലോകത്ത് മനുഷ്യർക്ക് സാധിച്ചിട്ടില്ല. നമുക്കറിയാം, അമേരിക്കയെ കുറിച്ച് ഇവിടെ ധാരാളമായിട്ട് പറഞ്ഞു. അമേരിക്കയിൽ ഇപ്പോൾ അധികാരത്തിൽ വന്ന ട്രംപ്, അദ്ദേഹം വെള്ളവംശീയവാദിയാണ്. വെള്ളവംശീയവാദി, വെള്ളക്കാരന്റെ ആധിപത്യം, കുടിയേറ്റക്കാരോടുള്ള വിരോധം മാത്രമല്ല ട്രംപിനെ നയിക്കുന്നത്, വെള്ളക്കാരല്ലാത്തവരോടുള്ള, അമേരിക്കയിൽ കാലങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന, നൂറ്റാണ്ടുകളായി, ഒരുപക്ഷെ അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തെ കെട്ടിപ്പടുത്ത ആഫ്രിക്കൻ വൻകരകളിൽ നിന്ന് ഇവർ വെടിവെച്ചും ഭീഷണിപ്പെടുത്തിയും പിടിച്ച് കയറുകെട്ടി ഇന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് അവിടുത്തെ കുടിയേറ്റക്കാരെന്ന് പറഞ്ഞ് കയറ്റിവിട്ട ആളുകളെ പോലെ കയ്യിലും കാലിലും ചെങ്ങലയിട്ട് ബന്ധിച്ച് കപ്പലുകളിൽ കയറ്റി അതിക്രൂരമായി പീഡിപ്പിച്ച് ആഫ്രിക്കൻ നാടുകളിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് അമേരിക്കയിൽ അടിമകളാക്കി വെച്ചിട്ട് മാടുകളെ പോലെ കാളകളെ പോലെ പണിയെടുപ്പിച്ച് ആ രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച അമേരിക്കയുടെ, ഇന്നത്തെ ആധുനിക അമേരിക്കയോടൊപ്പം തന്നെ അത്ര തന്നെ പഴക്കമുള്ള ആ രാജ്യത്തെ നിവാസികളായ കറുത്ത വർഗക്കാർ, ആ കറുത്ത വർഗക്കാരെ രണ്ടാം കിട പൗരന്മാരായി കണ്ട് അവരോടുള്ള വംശീയമായ വിരോധം അത് സിരകളിൽ നിറയെ കൊണ്ടു നടക്കുകയും അത് നിരന്തരം ഉദ്ഘോഷിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വംശീയതയുടെ പേരിൽ വോട്ട് വാങ്ങി വീണ്ടും അധികാരത്തിൽ വന്നിട്ടുള്ള ട്രംപ്, ആ ട്രംപും അമേരിക്കയുമാണ് ഇന്ന് ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞത്, എത്ര പുരോഗതി നേടിയ അമേരിക്ക ഭൂമിയിലെ സ്വർഗം എന്നാണ് പറയുന്നത്. മനുഷ്യ സമൂഹം നേടിയുള്ള എല്ലാ പുരോഗതിയുടെയും എല്ലാ ഔന്നത്യത്തിന്റെയും കുത്തകാവകാശം, കുത്തക അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതിന്റെയൊക്കെ പാറ്റന്റ് സ്വന്തമായി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്ക. പക്ഷെ ആ അമേരിക്കയുടെ പ്രസിഡന്റിനും ആ പ്രസിഡന്റിനെ പിന്താങ്ങുന്നവർക്കും മനുഷ്യൻ ഒന്നാണ് എന്ന് ഉൾക്കൊള്ളാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല. എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ? ഒരു കറുത്തവർഗക്കാരനെ അതിക്രൂരമായിട്ട് പോലീസുകാരൻ അവന്റെ കഴുത്തിൽ കാല് വെച്ച്, മുട്ടുകാല് വെച്ച് മണ്ണിൽ നടു റോട്ടിലിട്ട് അമർത്തി ശ്വാസം കിട്ടാതെ പെടഞ്ഞു മരിച്ചപ്പോ എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തെ വിട്ടുകൊടുക്കാതെ കൊലപ്പെടുത്തിയതിന്റെ പിന്നിൽ വർഗീയ, വംശീയ, വർണ്ണ വിവേചനമായിരുന്നുവെന്ന് ലോകം മുഴുവനും കണ്ടു കഴിഞ്ഞിട്ടുള്ള സത്യമാണ്. ഞാൻ ഇതിലേക്ക് വിശദമായിട്ട് കടന്നു പോവുകയല്ല. ഇത് നമ്മുടെ ലോകത്തെ ഏറ്റവും ഉന്നതമായ ഔന്നിത്യത്തിൽ നിൽക്കുന്ന, പുരോഗതി പ്രാപിച്ചിട്ടുള്ള, ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കയിലെ സാഹചര്യമാണ്. ഇനി നമ്മുടെ രാജ്യത്തേക്ക് വന്നാലോ, ഏറ്റവും അവസാനമായിട്ട് നമ്മൾ 2 ദിവസം മുമ്പ് നമ്മൾ വായിച്ചില്ലേ, നമ്മുടെ ഒരു തൊട്ടടുത്ത, അല്ലെങ്കിൽ ഒരുപക്ഷെ തൃശ്ശൂർ ജില്ലയാണോ? അല്ല, ഇത് മലപ്പുറം ജില്ലയാണ്. നമ്മുടെ അടുത്ത ജില്ലയാണ് തൃശ്ശൂർ ജില്ല. അല്ലെ, തൃശ്ശൂരിൽ നിന്ന് BJPക്ക് ഒരു MP ഉണ്ടായിട്ടുണ്ട്. ആ MP നിരന്തരമായി പൊട്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വർഗീയത, വംശീയത പറഞ്ഞുകൊണ്ട്
പറഞ്ഞുകൊണ്ടിരിക്കുക, മാനവ വിരുദ്ധമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നത് അദ്ദേഹത്തിൽ നിന്ന് നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും അവസാനം 4 ദിവസം മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന ഉണ്ട്. ഇവിടെ പട്ടികജാതി, പട്ടികവർഗ, ദലിത്, പിന്നോക്ക, ആദിവാസി വിഭാഗങ്ങളെയൊക്കെ ഭരിക്കേണ്ടത് അവരുടെയൊക്കെ ചുമതല ഉന്നത കുലജാതനായ ഒരാളെ ഏൽപ്പിക്കണമെന്നാണ്. എത്രമാത്രം വൃത്തികെട്ട വർത്തമാനമാണോ പറഞ്ഞത്. എനിക്ക് താല്പര്യമുണ്ടായിരുന്നു ആ മന്ത്രിപദം, ആ വകുപ്പ് ഏറ്റെടുക്കാൻ, പക്ഷെ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അതിലൂടെ പറഞ്ഞു വെക്കുന്നതാണ് അദ്ദേഹം വലിയ ഉന്നത കുലജാതനാണെന്നും, എന്നാൽ ഇവിടെ താഴ്ന്നു കിടക്കുന്ന മനുഷ്യരുണ്ടല്ലോ, താഴ്ന്ന് അധസ്ഥിതരെന്ന് അവര് വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊന്നും സ്വന്തമായി അവരുടെ കാര്യം തീരുമാനിക്കാനോ അവരെ ഭരിക്കാനോ കഴിയില്ല. ഉന്നത കുലജാതൻ ഭരിച്ചാലേ അവര് നന്നാക്കൂ. അഥവാ പണ്ട് കാലത്ത് നമ്പൂതിരിയും ജമ്മിയും അവരായിരുന്നു അവിടുത്തെ കുടിയാന്മാരുടെയും പാവങ്ങളുടെയും ദലിതുകളുടെയും ചെറുമക്കളുടെയും അവിടെ പാടത്തും മണ്ണിലും പറമ്പിലും പണിയെടുത്തുകൊണ്ടിരുന്ന മനുഷ്യന്മാരുടെയും ഒക്കെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് എന്ന് പറഞ്ഞില്ലേ. ആ പഴയ ജമ്മി കുടിയാൻ പ്രാകൃത ജാതി വ്യവസ്ഥയിലേക്ക് ഈ മനുഷ്യ സമൂഹം അല്ലെങ്കിൽ രാജ്യത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുപോയാലേ അവര് രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞ ഒരാളാണ് ഇന്ന് കേരളത്തിൽ നിന്ന് ജയിച്ചു മന്ത്രിയായിട്ട് വിലസിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണണം. ഇത് നമ്മൾ ഇത് എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്? മനുഷ്യരെ ഒന്നായി കാണാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. മാനവൻ ഒന്നാണെന്ന് പറയാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നതാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു. മനുഷ്യരെ നിങ്ങൾ ഒന്നാണ്. നിങ്ങൾ ദലിതനെന്നോ ആദിവാസിയെന്നോ പട്ടികജാതിയെന്നോ പട്ടികവർഗമെന്നോ അതൊക്കെ നിങ്ങളാക്കിയതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ സൃഷ്ടിച്ചത് ഒരു സത്തിൽ നിന്നാണ്, ഒന്നിൽ നിന്നാണ് നിങ്ങൾ ഉണ്ടായിട്ടുള്ളത്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. വിശുദ്ധ ഖുർആൻ എത്ര മനോഹരമായിട്ടാ പറഞ്ഞതെന്നറിയോ? യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. നിങ്ങൾ ഒന്നിൽ നിന്നാണ് ഉണ്ടായത്, ഒരു ആത്മാവിൽ നിന്ന്, ഒരു സത്തിൽ നിന്ന്, ഒരു സത്തയിൽ നിന്ന്. എന്നിട്ട് അതിന്റെ ഇണയെ, അതിനുള്ള ഇണയെ അതിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചു. ഇണ പോലും അതിൽ നിന്നാണ്. മനുഷ്യൻ ഒരു ഏകത്വത്തിൽ നിന്നാണ് വന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യനെ അങ്ങനെയാ സൃഷ്ടിച്ചത്. എന്നിട്ട് അങ്ങനെ സൃഷ്ടിച്ച മനുഷ്യനെ കുറിച്ച് പടച്ച തമ്പുരാൻ എന്താ പറഞ്ഞെന്നറിയോ? മനുഷ്യരെ വലഖദ് കറംനാ ബനി ആദം എന്നാ പറഞ്ഞത്. മനുഷ്യരെ മുഴുവൻ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു എന്നാ. നമ്പൂതിരിയെ ബഹുമാനിച്ചിരിക്കുന്നു എന്നല്ല, വെള്ളക്കാരൻ ട്രംപിനെയും അവന്റെ ഏതാനും അനുയായികളെയും ബഹുമാനിച്ചിരിക്കുന്നു എന്നല്ല, ഇവിടുത്തെ ടാറ്റയെയും ഇവിടുത്തെ അംബാനിയെയും റിലയൻസിനെയും കുറച്ച് പണക്കാരെയും ബഹുമാനിച്ചിരിക്കുന്നു എന്നല്ല, ഇവിടുത്തെ അധികാരികളെയും പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും ബഹുമാനിച്ചിരിക്കുന്നു എന്നല്ല. മനുഷ്യനാണോ അവന് മാനവൻ എന്ന ഒരു ബഹുമാനമുണ്ട്, അവന് മാനവികത എന്ന ഒരു ബഹുമാനമുണ്ട്. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ നാം ബഹുമാനിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാ. മനുഷ്യനെ കുറിച്ച് പിന്നെ പറഞ്ഞതെന്നറിയോ? ഇന്നി ജാഇലു ഫിൽ അർളി ഖലീഫ. ഭൂമിയിൽ പടച്ച തമ്പുരാന്റെ പ്രതിനിധികളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇത് സകല മനുഷ്യർക്കുമുള്ളതാ, സകല നാട്ടുകാർക്കുമുള്ളതാ, സകല ഗോത്രക്കാർക്കുമുള്ളതാ, സകല വർണ്ണങ്ങളുള്ളവർക്കുമുള്ളതാ. സകല മനുഷ്യരും ഒന്നാണ്, ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ്. കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ് ലാ ഫദ്ല ലി അറബിയ്യിൻ വലാ അജമി വലാ ഫദ്ല ലി അബിയദ അലാ അസ്വദ ഇല്ലാ ബിതഖ്വല്ലാഹ്. മനുഷ്യര് മുഴുവനും ഈ മണ്ണിൽ നിന്ന്, കുല്ലുക്കും മിൻ ആദം, നിങ്ങൾ മുഴുവനും ആദമിൽ നിന്നുള്ളവരാ. ആദമു മിൻ തുറാബ്, ആദം ഈ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാ. ഒരു അറബിക്ക് അനറബിയെക്കാൾ ഒരു മഹത്വവുമില്ല, ഒരു വെളുത്തവന് കറുത്തവനേക്കാളും ഒരു മഹത്വവുമില്ല. ഇല്ലാ ബി തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ പടച്ചവന്റെ അടുത്ത് അവന് മഹത്വമുണ്ട്. അതും മനുഷ്യർക്കിടയിൽ ഏറ്റക്കുറച്ചിൽ കൽപ്പിക്കാനുള്ള അടിസ്ഥാനമല്ല. ഇതാകുന്നു മനുഷ്യന്റെ ഔന്നത്യത്തിന്റെ മാനദണ്ഡം എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനില്ലേ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയില്ലേ, സുന്നത്തില്ലേ, ആഹ്വാനമില്ലേ, പഠനമില്ലേ, അധ്യാപനമില്ലേ, അത് മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത്. മനുഷ്യൻ ഒന്നാണെന്ന് പറയുന്നു, അതാണ് മാനവിക പ്രസ്ഥാനം എന്ന് ഞാൻ പറഞ്ഞപ്പോ ഒന്നാമതായിട്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യം. രണ്ടാമത്, ഈ മാനവിക പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു തലം കൂടിയുണ്ട്.
ആ തലം എന്താണെന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യരോടുമാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ധരിച്ചു വെക്കണ്ട ഇതൊരു സാമുദായിക സംഘടനയാണ് എന്ന്. നിങ്ങൾ ധരിച്ചു വെക്കണ്ട ഇതൊരു കേവലം മുസ്ലിം സംഘടനയാണ് എന്ന്. നിങ്ങൾ ധരിച്ചു വെക്കണ്ട ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്ന മുസ്ലിങ്ങൾക്കിടയിലെ നൂറായിരം ഗ്രൂപ്പുകളിൽപ്പെട്ട ഒരു ഗ്രൂപ്പാണ്. അടിപിടി കൂടുന്ന വാദപ്രതിവാദങ്ങൾ നടത്തുന്ന, ഖണ്ഡന മണ്ഡനങ്ങൾ നടത്തുന്ന ഒരു സംഘമാണ് എന്ന് നിങ്ങൾ ധരിക്കണ്ട. ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക പ്രസ്ഥാനമാണ്. ഇസ്ലാമിക പ്രസ്ഥാനം മാനവിക പ്രസ്ഥാനമാണ്. മാനവിക പ്രസ്ഥാനം എന്ന നിലക്ക് ജമാഅത്തെ ഇസ്ലാമിക്ക് സംസാരിക്കാനുള്ളത് ഈ രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യരോടുമാണ്. അതാണ് മാനവിക പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ രണ്ടാമതായിട്ട് ഞാൻ ഉദ്ദേശിച്ച പോയിന്റ്, ജമാഅത്ത് ഇസ്ലാമിക്ക് മുസ്ലിങ്ങളോട് മാത്രമല്ല സംസാരിക്കാനുള്ളത്. എന്നാൽ നിങ്ങൾക്ക് മുസ്ലിങ്ങളോട് സംസാരിക്കാനില്ലേ? തീർച്ചയായും മുസ്ലിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഒരുപക്ഷെ ഒന്നാമതായിട്ട് മുസ്ലിങ്ങളോട് സംസാരിക്കാനുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക്. എന്താണ് മുസ്ലിങ്ങളോട് ജമാഅത്തെ ഇസ്ലാമിക്ക് സംസാരിക്കാനുള്ളതല്ലേ? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ് വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും മിൻഹുൽ മുഅ്മിനൂന വഅക്സറുഹുൽ ഫാസിഖൂൻ. വിശുദ്ധ ഖുർആൻ വളരെ വളരെ വ്യക്തമായി പറഞ്ഞു. ആരോട് പറഞ്ഞു? മുസ്ലിങ്ങളോട് പറഞ്ഞു, എന്നോട് പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന് ഈ വിശുദ്ധ വാക്യം അവതരിച്ചപ്പോ അന്ന് അവിടെ ജീവിച്ച മനുഷ്യരോടും ലോകാവസാനം വരെ ജീവിക്കാനിരിക്കുന്ന അവസാനത്തെ മുസ്ലിമിനോടും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. നിങ്ങൾ ഉത്തമ സമൂഹമാണ്, നിങ്ങൾ ഒരു ഉത്തമ ജനതയാണ്, ഒരു വിഭാഗമാണ്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്. നിങ്ങളെ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട പ്രസ്ഥാനം, ജനത, അതാകുന്നു നിങ്ങൾ. എന്തിനാ മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞത്? എന്തിനാണ് മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ നിയോഗിക്കപ്പെട്ടെന്ന് പറഞ്ഞത്? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. വളരെ പ്രധാനപ്പെട്ട ചില ജോലികൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് കൊണ്ടാണ്. വളരെ പ്രധാനപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് നിർവഹിക്കാനുള്ളത് കൊണ്ടാണ്. വളരെ പ്രധാനപ്പെട്ട ചില ഡ്യൂട്ടികൾ നിങ്ങൾക്ക് നിർവഹിക്കാനുള്ളത് കൊണ്ടാണ്. എന്താണ് ആ ഡ്യൂട്ടി എന്നല്ലേ? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യണം. അഥവാ ഭൂമിയിൽ സത്യത്തിന്റെ സംസ്ഥാപനവും അസത്യത്തിന്റെ ഉച്ചാടനവും, നീതിയുടെ സ്ഥാപനവും അനീതിയുടെ ഉച്ചാടനവും, നന്മയുടെ സ്ഥാപനവും തിന്മയുടെ ഉച്ചാടനവും, അതാണ് അംറു ബിൽ മഅറൂഫ് നഹീ അനിൽ മുൻകർ എന്ന് പറയുന്നത്. ഈ അടിസ്ഥാനപരമായ ഒരു ഉത്തരവാദിത്വം, ഒരു ജോലി നിങ്ങൾക്കുണ്ട്. ആ ജോലി നിർവഹിക്കുവാൻ വേണ്ടി നിങ്ങളെ ഖൈറു ഉമ്മത്ത്, ഉത്തമ സമുദായമെന്നും സമൂഹമെന്നും പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക സമൂഹത്തെ, മുസ്ലിം സമുദായത്തെ 14 നൂറ്റാണ്ട് മുമ്പ് അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കണമെന്ന് പറഞ്ഞു. ആ ഉത്തരവാദിത്വം ആര് നിർവഹിച്ച ഉത്തരവാദിത്വം എന്നറിയോ? ഒരു കാലത്ത് പ്രവാചകന്മാര് നിർവഹിച്ചതാ. പ്രവാചകന്മാര് നിർവഹിച്ച ഉത്തരവാദിത്വം പ്രവാചകന്മാരുടെ കാലശേഷം, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഈ ലോകത്ത് നിർവഹിക്കുവാൻ നിയോഗിക്കപ്പെട്ട ജനത, അതാണ് ഖൈറു ഉമ്മത്ത് എന്ന് പറയുന്ന ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ റസൂല് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹജ്ജത്തുൽ വിദാഇൽ അവിടെ ഒരുമിച്ച് കൂടിയ ആളുകളെ മുഴുവൻ ഏതാണ്ട് 1,40,000 ആളുകൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി അവിടെ ഒരുമിച്ച് കൂടി. അറഫാ സംഗമത്തിൽ അവിടെ ആളുകളെ മുഴുവനും അഭിസംബോധന ചെയ്തുകൊണ്ട് ആ മലയുടെ ജബലുർ റഹ്മയുടെ ഓരത്ത് കയറി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് അവരോട് പ്രസംഗിച്ചു. ആ അറഫാ പ്രസംഗത്തിലെ അവസാനത്തെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ചരിത്രത്തിലുണ്ട്. അലാ ഹൽ ബല്ലഗ്തു, അലാ ഹൽ ബല്ലഗ്തു, ഞാൻ എന്റെ ദൗത്യം നിങ്ങളിൽ പൂർത്തീകരിച്ചില്ലയോ? ഞാൻ എന്നെ ഏൽപ്പിക്കപ്പെട്ട സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ എന്ന് മുഴുവൻ തന്റെ അനുയായികളെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹുവിന്റെ റസൂൽ അവരോട് ചോദിച്ചു. ബലാ യാ റസൂലല്ലാഹ്, ഖദ് ബല്ലഗ്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ താങ്കൾ എത്തിച്ചു തന്നിരിക്കുന്നു എന്ന് ആ ജനത മുഴുവനും എഴുന്നേറ്റ് നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞു. അപ്പൊ അല്ലാഹുവിന്റെ പ്രവാചകൻ ആകാശത്തേക്ക് കൈയുയർത്തിക്കൊണ്ട് പറഞ്ഞു,
പറഞ്ഞു, അല്ലാഹുവേ നീ സാക്ഷിയാണെന്ന് 3 തവണ പറഞ്ഞു. എന്നിട്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പിന്നീട് പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകം അത് നമ്മുടെ ദൗത്യത്തിലേക്കും ഉത്തരവാദിത്തത്തിലേക്കും വിരൽ ചൂണ്ടുന്ന വാചകമാണ്. എന്താണ് പറഞ്ഞതെന്നല്ലേ? 1-2 രൂപത്തിൽ ഹദീസുകളിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ ചേർത്ത് പറഞ്ഞാൽ, എങ്കിൽ നിങ്ങൾ ഇത് സാക്ഷ്യം വഹിക്കുന്നുവെങ്കിൽ ഞാൻ എന്റെ ദൗത്യം നിങ്ങളിൽ പൂർത്തീകരിച്ചുവെന്നും എന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രപഞ്ചനാഥൻ ഏൽപ്പിച്ച ഈ സന്ദേശം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നെന്നും പകർന്നു തന്നെന്നും നിങ്ങൾക്കത് ബോധ്യപ്പെട്ടെന്നും നിങ്ങൾ എന്റെ മുമ്പിൽ നിന്ന് സാക്ഷ്യം പറയുന്നുവെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇവിടെ ഉള്ളവർ, ഇത് കണ്ടവർ, ഇത് മനസ്സിലാക്കിയവർ, ഇത് അറിഞ്ഞവർ, ഇത് കേട്ടവർ, ഇത് കേൾക്കാത്തവർക്ക്, അറിയാത്തവർക്ക്, മനസ്സിലാകാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുക്കട്ടെ, എത്തിച്ചു കൊടുക്കട്ടെ എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വസിയ്യത്ത്, ഒരു സമൂഹം എന്ന നിലക്ക് അവസാനത്തെ വസിയ്യത്ത് മുഴുവൻ മുസ്ലിങ്ങളെയും മുന്നിൽ ഒരുമിച്ച് കൂട്ടി അള്ളാഹുവിന്റെ റസൂല് നൽകിയ അവസാനത്തെ വസിയ്യത്ത് എന്താണെന്നല്ലേ? നിങ്ങളിൽ ഇവിടെ ഉള്ളവർ, കേട്ടവർ, കേൾക്കാത്തവർക്ക്, അറിഞ്ഞവർ, അറിയാത്തവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂല് വസിയ്യത്ത് പറഞ്ഞുകൊണ്ടാണ് നമ്മോട് വിട പറഞ്ഞത്, ലോകത്തോട് വിട പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ചരിത്രം പറയുന്നു, അപ്പോ ആ 1,40,000-ഓളം ആളുകൾ മക്കയുടെ, മദീനയുടെ, അറേബ്യൻ, ഹിജാസിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂല് ഹജ്ജിന് പോകുന്നു എന്ന് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടിയുള്ള താല്പര്യത്തോടുകൂടി വന്ന ആ മുഴുവൻ മനുഷ്യരോടും അള്ളാഹുവിന്റെ റസൂൽ ഈ ആഹ്വാനം നടത്തിയപ്പോ ആ ഹജ്ജ് കഴിഞ്ഞിട്ട് ആളുകൾ സ്വന്തം നാട്ടിലേക്ക് പലരും തിരിച്ചുപോയില്ല. എന്നല്ല, ബഹുഭൂരിപക്ഷ ആളുകൾ പല വഴിയെ പോയി. എന്തിനു പോയി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്, ഇവിടെ ഉള്ളവർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം, അറിഞ്ഞവർ അറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാകും, 1,40,000-ഓളം ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഹജ്ജത്തുൽ വിദാഇൽ അവസാനത്തെ ഹജ്ജിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ ആളുകളൊക്കെ ഇപ്പൊ എവിടെയാണ്? അല്ലെങ്കിൽ അവരുടെ ഖബറുകളൊക്കെ എവിടെയാണ്? മക്കയിലും മദീനയിലുമായി 10,000-ൽ താഴെ സ്വഹാബികളുടെ ഖബറുകളേ ഉള്ളൂ. ബാക്കിയുള്ളവരെവിടെ? ചരിത്രകാരന്മാര്, പണ്ഡിതന്മാര് നൽകുന്ന മറുപടി എന്താണെന്നറിയോ? അധികം ആളുകളും മക്കയിലും മദീനയിലും പിന്നെ നിന്നില്ല. അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചു. മനുഷ്യരുള്ളയിടത്ത് എങ്ങോട്ടാ പോകണമെന്ന് ചിലരൊക്കെ പറഞ്ഞു, ഈ ഒട്ടക ഏത് വഴിയാണോ പോകുന്നത് അതുവഴി പോകും. എവിടെ പോയാലും മനുഷ്യരുണ്ട്. ആ മനുഷ്യരോടൊക്കെ റബ്ബിന്റെ സന്ദേശം പറയണം, അള്ളാഹുവിന്റെ സന്ദേശത്തെ കുറിച്ച് പറയണം. അള്ളാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ച ഈ വസിയ്യത്ത്, ഈ ദൗത്യമില്ലേ, ഈ ദൗത്യം അവർക്കിടയിൽ പൂർത്തീകരിക്കണം. ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്, അതിനുവേണ്ടിയാണ് എന്റെ യാത്ര എന്ന് പറഞ്ഞ് ഒരിക്കലും പിന്നെ മക്കയിലേക്ക്, മദീനയിലേക്ക് തിരിച്ചു വരാത്ത ആളുകൾ. മക്കയിലൊക്കെ പോകാന്ന് പറഞ്ഞാൽ നമുക്ക് കൊതിയല്ലേ? മക്കയിലെ നമസ്കാരത്തിന്, ഹറമിലെ നമസ്കാരത്തിന് മറ്റു സാധാരണ പള്ളികളിൽ നമസ്കരിക്കുന്നവരെക്കാളും 1,00,000 ഇരട്ടി പ്രതിഫലമുണ്ട്. മദീനയിൽ 1000 ഇരട്ടി പ്രതിഫലമുണ്ട്. അങ്ങനെ 1000 ഇരട്ടിയും 1,00,000 ഇരട്ടിയും ഒക്കെ പ്രതിഫലമുള്ള നമസ്കാരം ഇനി വേണ്ട. പലരെയും തിരിച്ചു വിളിച്ചു. പിൽക്കാലത്ത് സ്വഹാബത്ത് തിരിച്ചു വിളിച്ചു, ഖലീഫമാര് തിരിച്ചു വിളിച്ചു. ഇല്ല, വരുന്നില്ല. ഞാൻ ഈ നാട്ടിൽ ഈ മനുഷ്യർക്കിടയിൽ ഈ ദീനിന്റെ സന്ദേശം, സത്യത്തിന്റെ സന്ദേശം പ്രചരിപ്പിച്ച് പ്രബോധനം ചെയ്ത് ഇവിടെ മരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചു വന്നില്ല എന്നാണ്. ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നറിയോ? നമുക്ക് മുസ്ലിങ്ങളോട് സംസാരിക്കാനുണ്ട്. എന്താണ് ജമാഅത്ത് ഇസ്ലാമിക്ക് മുസ്ലിങ്ങളോട് സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതാണ്. അള്ളാഹുവും വിശുദ്ധ ഖുർആനും എന്താണോ മുസ്ലിങ്ങളോട് പറഞ്ഞത് ആ കാര്യം ഈ കാലഘട്ടത്തിൽ പ്രവാചകന്മാരുടെ പ്രതിനിധികളായിട്ട് അള്ളാഹുവിന്റെ റസൂൽ 14 നൂറ്റാണ്ട് മുമ്പ് ഏൽപ്പിച്ച ആ വസിയ്യത്ത്, പറഞ്ഞ വസിയ്യത്ത്, ഏൽപ്പിച്ച ആ ദൗത്യം കയ്യിലെടുത്തുകൊണ്ട് ജീവിക്കുന്ന സമൂഹത്തോട് പറയാൻ, മുസ്ലിങ്ങൾക്ക് ഇത് പറയാൻ, ഇത് ഈ രൂപത്തിൽ ഈ ദൗത്യം നിർവഹിക്കാൻ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് ബാധ്യതയുണ്ടെന്ന് മുസ്ലിങ്ങളോട് പറയുക എന്നതാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് മുസ്ലിങ്ങളോട് പറയാനുള്ള കാര്യം. മനസ്സിലായില്ലേ? അതായത് മുസ്ലിങ്ങളോട് ജമാഅത്ത് ഇസ്ലാമി പറയുന്നു, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഉത്തമ സമുദായമാണ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാ.
തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ നന്മ കൽപ്പിക്കണം, തിന്മ തടയണം. ഇത് ആരോട്? മുസ്ലിങ്ങളോട്. ആര് പറഞ്ഞതാ? വിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. വിശുദ്ധ ഖുർആനിന്റെ ആ വാക്യത്തെ ആവർത്തിച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തോടും മുസ്ലിങ്ങളോടും ജമാഅത്തെ ഇസ്ലാമി സംസാരിക്കുകയാണ്. അതാണ് മുസ്ലിങ്ങളുടെ അടിസ്ഥാനപരമായ ദൗത്യം. അഥവാ സത്യത്തിന്റെ സാക്ഷികളാവുക എന്ന് പറയും. സത്യസാക്ഷികളാവുക എന്ന് പറയും. സത്യസാക്ഷികളാവുക, സത്യത്തിന്റെ സാക്ഷികളാവുക. തങ്ങൾ ജീവിക്കുന്ന കാലത്തിനും ലോകത്തിനും ജനതയ്ക്കും സത്യത്തിന്റെ സന്ദേശം തങ്ങളുടെ വാക്കുകളിലൂടെയും ജീവിതത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് സത്യത്തിന്റെ പ്രതിനിധികളായിട്ട്, സത്യസാക്ഷികളായിട്ട്, സത്യവിശ്വാസത്തെയും സത്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആദർശത്തെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് മനുഷ്യർക്കിടയിൽ നമ്മൾ ജീവിക്കണം എന്ന് മുസ്ലിങ്ങളോട് പറയാ. അതാ ജമാഅത്ത് ഇസ്ലാമിയുടെ പണി. അപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്ക് മുസ്ലിങ്ങളോട് എന്താ പറയാനുള്ളത് വെച്ചാൽ ഇതാ പറയാനുള്ളത്. ഞാൻ ആവർത്തിച്ചെന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും മനസ്സിലാക്കാത്ത ആരെങ്കിലും ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് മുസ്ലിങ്ങളോട് പറയാനുള്ളത്. അതാണ് അടിസ്ഥാനപരമായി നമ്മുടെ ചുമതല. പക്ഷെ ആ സംഗതിയെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ എത്ര മനസ്സിലാക്കുന്നുണ്ട്? മുസ്ലിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയം എന്താ? ഞാൻ കുറെ ആ വഴക്കത്തേക്ക് കടന്നുപോയില്ല. ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കാനാണ്. മുസ്ലിങ്ങൾക്ക് ഇപ്പൊ താല്പര്യമുള്ള വിഷയം എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊന്നുമല്ല താല്പര്യം. നിങ്ങൾ നോക്ക്, നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ എടുത്ത് പരിശോധിച്ച് നോക്ക്. തമ്മിലടിക്കുക ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ, വളരെ വളരെ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ തമ്മിലടിക്കുക, വാദപ്രതിവാദങ്ങൾ നടത്തുക, ഖണ്ഡന മണ്ഡനങ്ങൾ നടത്തുക. അത് സംഘടനകൾ തമ്മിലാണെങ്കിൽ ഒരു സംഘടനയുള്ളിൽ തന്നെ ഇപ്പൊ സമസ്ത ഇതാ ഇപ്പൊ പിളരുവോ പിളരാതിരിക്കട്ടെ, പിളരാൻ പോവുക എന്ന് പറഞ്ഞ പോലത്തില. സമസ്ത പിളരുവോ, അവര് പിളരോ ഇവര് പിളരോ, ഇയാളെ പുറത്താക്കോ ഇയാളെ അകത്താക്കോ. പത്രമാധ്യമങ്ങൾ നോക്കിയാൽ, സോഷ്യൽ മീഡിയ ഒക്കെ കുറച്ച് ശ്രദ്ധിക്കുന്ന ആളുകളാണ് നമ്മൾ. സോഷ്യൽ മീഡിയ നോക്കിയാൽ നമ്മൾ ഒരുപക്ഷെ നാണക്കേട് തോന്നുക, ലജ്ജിച്ച് തല താഴ്ത്തേണ്ടുന്ന വിധം ഇസ്ലാമിക സമൂഹങ്ങളും മുസ്ലിങ്ങളും, മുസ്ലിം നേതാക്കന്മാർ, സമുദായ നേതാക്കന്മാർ, സംഘടനാ നേതാക്കന്മാർ തമ്മിലുള്ള വാക്പോരുകളുടെ, സംഘടനകളുടെ വളരെ വൃത്തികെട്ട അനുഭവങ്ങൾ, ചിത്രങ്ങളാണ് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിലാ താല്പര്യം. അടിസ്ഥാനപരമായി നമ്മുടെ ദൗത്യം എന്താണെന്ന് പറയുന്നതിലല്ല താല്പര്യം. അല്ലെങ്കിൽ സംഘടനകൾക്ക് ശാഖാപരമായ കാര്യങ്ങളിൽ തർക്കിക്കുന്നതിലാണ് താല്പര്യം. ഇപ്പൊ റമദാൻ വരാൻ പോവാണല്ലോ. ഇപ്പൊ തറാവീഹിന്റെ കാര്യത്തിൽ എന്തായിരുന്നാലും കുറച്ച് തർക്കങ്ങൾ നടക്കും. കൈ എവിടെ കെട്ടണമെന്ന കാര്യത്തിൽ, തറാവീഹ് എത്ര റക്അത്ത് നിസ്കരിക്കണമെന്ന കാര്യത്തിൽ, ഖുനൂത്ത് ഓതണ്ടേ എന്നുള്ള കാര്യത്തിൽ, ഇതൊക്കെ പണ്ട് പഴഞ്ചനാണെന്ന്. ഇത് പുതിയ കാലത്ത് വീണ്ടും പൊടി തട്ടി പുറത്തെടുത്തിട്ട് ഇതിന്റെയൊക്കെ പേരിൽ തർക്കിച്ചു കൊണ്ടിരിക്കുക. ശാഖാപരമായ കാര്യങ്ങൾ, ഫിഖ്ഹിന്റെ കാര്യത്തിൽ തർക്കിച്ചിട്ട് എന്തെങ്കിലും തീരുമാനത്തിലെത്താൻ കഴിയോ? ശാഖാപരമായ കാര്യങ്ങളിൽ തർക്കിച്ച് തമ്മിലടിച്ചിട്ട് എന്തെങ്കിലും തീരുമാനത്തിലെത്താൻ കഴിയില്ല. ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് ശാഖാപരമായ കാര്യങ്ങൾ, ഫിഖ്ഹിന്റെ കാര്യങ്ങൾ, അത് അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ട്. അത് ആകാവുന്നതാ. ഷാഫി മദ്ഹബ് ശരിയാണ്, ഹനഫി മദ്ഹബും ശരിയാണ്. ഷാഫി മദ്ഹബ് പ്രകാരം ഹനഫി മദ്ഹബ് നേർന്ന നമസ്കാരം ശരിയാവില്ല പലപ്പോഴും. ഹനഫി മദ്ഹബ് പ്രകാരം പലപ്പോഴും ഷാഫി മദ്ഹബ് നേർന്ന നമസ്കാരം ശരിയാവില്ല. എന്നാൽ ഷാഫി മദ്ഹബ് ശരിയാണ്. നാലാലൊരു മദ്ഹബ് അംഗീകരിക്കണം എന്നാണ് നമ്മുടെ മദ്രസയിലൊക്കെ, സുന്നി മദ്രസയിൽ, സമസ്തന്റെ മദ്രസയിലൊക്കെ പഠിപ്പിക്കുക. നാലിലൊരു മദ്ഹബ് അംഗീകരിക്കാം. ഓക്കെ, ഈ മദ്ഹബുകൾ തമ്മിൽ പരസ്പര വിരുദ്ധമായ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് അല്ലെ? സ്ത്രീയുടെ എന്താ പറയാ, ഭാര്യയെ തൊട്ട് കഴിഞ്ഞാൽ ഒന്നുമുറി, സ്ത്രീകളെ തൊട്ട് കഴിഞ്ഞാൽ അത് സ്വന്തം ഭാര്യയെ തൊട്ടാൽ പോലും ഒന്നുമുറി ഇല്ലേ? ഉളുമുറിയാതെ ഉംറ ചെയ്യുന്ന ഒരു സുന്നി, ഒരു ഷാഫിക്കാരനും അപ്പം ഉണ്ടാവില്ല അല്ലെ? ഭാര്യനെ മുറുക്കി പിടിച്ച്, കയ്യെ മുറുക്കി പിടിച്ചിട്ടില്ലെങ്കിൽ ഉംറ ചെയ്ത പെണ്ണുങ്ങളെ ഇല്ലേരുമ്പോ പിന്നെ പെണ്ണുങ്ങളെ തരേണ്ടിയത് കിട്ടൂല, അല്ലെങ്കിൽ ചിന്ന ഭിന്നമായി പോകും ഇല്ലേ? ഇങ്ങനെ നമ്മൾ നോക്കുപോയി ഓരോന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളവരാ. എന്നാൽ പണ്ഡിതന്മാര് പറഞ്ഞു ഇതൊക്കെ ശരിയാ. അഭിപ്രായ വ്യത്യാസങ്ങൾക്ക്, ശാഖാപരമായ കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞങ്ങൾ സഹാബികൾ തമ്മിൽ 40 കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. സ്വഹാബത്ത് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ എന്താ പറയാ, കർമ്മശാസ്ത്ര വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ സംബന്ധിച്ച് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. മലയാളത്തിൽ ഷാഹ് വലിയുല്ലാഹ് ദവില ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ നമ്മുടെ IPH വരെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. എന്ത് ശാഖാപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം, ഇത് അടിച്ചു തീർക്കാൻ കഴിയും? ഇത് നിങ്ങൾ സ്റ്റേജ് കെട്ടി സ്റ്റേജിലുമായിട്ട് പറഞ്ഞ് വാക്പോറുകൾ നടത്തി, അസഭ്യവും അശ്ലീലവുമായ പ്രയോഗങ്ങൾ നടത്തി, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി, അന്തരീക്ഷ മലിനീകരണം സൃഷ്ടിച്ച് ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ട് ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ഇവിടുത്തെ ഏതെങ്കിലും സംഘടനക്കാർക്ക് സാധിക്കില്ല. അതൊന്നും അങ്ങനെ നിലനിൽക്കും. അതിനുള്ള സ്കോപ്പ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ അത് ശാഖാപരമായ വിഷയങ്ങളാണ്. അടിസ്ഥാന വിഷയങ്ങളിൽ യോജിക്കാം. ശാഖാപരമായ വിഷയങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കെ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ യോജിച്ച് നിന്നുകൊണ്ട് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യവും ഉത്തരവാദിത്വവും ചുമതലയും നിർവഹിക്കണം നമ്മൾ.
എന്നാണ് ജമാഅത്ത് ഇസ്ലാമി മുസ്ലിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ തമ്മിലടി വിട്. കയ്യങ്ങൾ ഇവിടെ കെട്ടിയാലും ഇവിടെ കൈ കെട്ടാതെ നിസ്കരിക്കും. ഞങ്ങൾ ഗൾഫിലൊക്കെ പോയ ആളുകൾക്ക് ഇവിടെ ഗൾഫിൽ പോകാത്ത ആരും ഉണ്ടാവില്ല. ചോദിച്ചാറേ കൈ കെട്ടാതെ നിസ്കരിക്കുമല്ലോ ആളുകൾ. നമ്മുടെ ജമാഅത്ത് നമ്മളെ പള്ളിയിൽ കാണിച്ച ആളുകൾ കൈ കെട്ടാതെ അങ്ങനെ നിസ്കരിക്കില്ല. അത് അങ്ങനെ മതവിട്ട് അങ്ങനെ അഭിപ്രായമുണ്ട്. കൈ കെട്ടണ്ട, അല്ലാഹു അക്ബർ, ഇവര് നിസ്കരിക്കുകയാണോ എന്ന് പോലും നമുക്ക് തോന്നൂല സഫിൽ അല്ലെങ്കിൽ. അപ്പൊ അത് നിസ്കാരല്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ തമ്മിലടിക്കാതെ ഏറ്റവും മൗലികമായ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ യോജിപ്പിന്റെ തലങ്ങൾ കണ്ടെത്തൂ. എന്നിട്ട് ഒറ്റക്കെട്ടായി നിൽക്കൂ. തങ്ങളിൽ ചുമത്തപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായ ദൗത്യവും ഉത്തരവാദിത്വവും നിർവഹിക്കൂ. ഈ കാലഘട്ടത്തിൽ സത്യത്തിന്റെ സാക്ഷികളായി സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കൂ എന്ന് ജമാഅത്ത് ഇസ്ലാമി സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതാ മുസ്ലിങ്ങളോട് പറയാനുള്ള കാര്യം. അതാ മുസ്ലിങ്ങളോടുള്ള പറയാനുള്ള കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകമുണ്ട്, ആവർത്തിക്കുന്നു. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും സത്യത്തിന് സാക്ഷിയാവണം. ഞാൻ വെറുതെ പറഞ്ഞല്ല, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും സത്യത്തിന് സാക്ഷിയാവണം. നമ്മളെ കണ്ടാൽ സത്യം എന്തെന്നറിയണം, നമ്മുടെ വാക്ക് കേട്ടാൽ സത്യം എന്തെന്നറിയണം, നമ്മുടെ ജീവിതം കണ്ടാൽ സത്യം എന്തെന്നറിയണം. നമ്മുടെ കൂടെ ജീവിച്ചവർക്കും നമ്മളെ പരിചയപ്പെട്ടവർക്കും നമ്മളോട് ഇടപാട് നടത്തിയവർക്കും നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ആശയവും ആദർശവും എന്തെന്ന് മനസ്സിലാക്കുന്ന വിധം മാതൃകാപരമായ ജീവിതം ഈ സമൂഹത്തിൽ നയിക്കണം. ആ വിഷയത്തിൽ ഇപ്പൊ എന്താ നമ്മുടെ സ്ഥിതി? കള്ളന്മാരുടെ കൂട്ടത്തിൽ കൂടുതൽ ആരാന്ന് വെച്ചാൽ മുസ്ലിങ്ങളാണെന്ന് പറയേണ്ടി വരുന്ന മോശപ്പെട്ട സാഹചര്യം. കഞ്ചാവ് പിടിച്ചു, പേരാരൊക്കെയാണ്, ബലാത്സംഗം പിടിച്ചു, തട്ടിപ്പ് പിടിച്ചു, വെട്ടിപ്പ് പിടിച്ചു. ഇപ്പൊ എന്താ പറയാ 60,000 പകുതി വില കൊടുത്ത ബൈക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പടച്ചോനെ, ആ വാർത്ത വന്നപ്പോ ഞാൻ പേടിച്ചിരിക്കുന്നു. ആരായിരിക്കും അതിന്റെ പിന്നിൽ? പടച്ചോൻ കാത്ത് തൽക്കാലം അതിലെങ്കിലും ആ ഒരു പേര് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇങ്ങേ തലക്കെ വന്നപ്പോ ഒരു MLA അതുപോലുള്ള ആളുകളൊക്കെ ചേർത്ത് പറയുന്നതായിട്ട് കണ്ടു. കോടികൾ സമ്പാദിച്ചവരുടെ കൂട്ടത്തിൽ ഏത് വൃത്തികേടിലും മുന്നിൽ നിൽക്കുന്നവരെന്ന ഒരു ദുഷ്പേര്, ഒരു ഖ്യാതി, മോശപ്പെട്ട വൃത്തികെട്ട ഒരു പ്രതിച്ഛായ അത് ഈ സമൂഹത്തിൽ നിന്ന് വന്നു ചേർന്നിരിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ എന്തിന് സാക്ഷികളാകുന്നു? നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത് എന്ത്? നമ്മളുമായി ബന്ധപ്പെട്ടവർ, നമ്മളെ പരിചയപ്പെട്ടവർ, നമ്മളെ അറിഞ്ഞവർ, നമ്മളെ മനസ്സിലാക്കിയവർ, നമ്മളോടൊപ്പം ജീവിച്ചവരും പ്രവർത്തിച്ചവരും, നമ്മുടെ സമൂഹത്തിൽ ജീവിച്ച് നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരും നമ്മിൽ നിന്ന് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും എന്ത് എന്ന് ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. പ്രവാചകന്മാരുടെ ദൗത്യവും ഉത്തരവാദിത്വവും നിർവഹിക്കേണ്ടെന്ന സമുദായം എന്നാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും സത്യത്തിന്റെ സാക്ഷികളാവുകയും മാതൃകയാവുകയും ചെയ്ത് സത്യത്തിന്റെ സന്ദേശം ഈ രാജ്യത്തും ലോകത്തിനും മുഴുവനും പ്രഘോഷണം ചെയ്യുന്ന, പ്രബോധനം ചെയ്യുന്ന, പ്രഭാഷണം ചെയ്യുന്ന ഒരു സമൂഹമാണ് മുസ്ലിങ്ങൾ. ആ ദൗത്യം ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഇസ്ലാമിക സമൂഹമേ, മുസ്ലിങ്ങളെ മുന്നോട്ട് വരൂ എന്ന് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കാം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റ് എന്താ? ജമാഅത്ത് ഇസ്ലാമിക്ക് മുസ്ലിങ്ങളോട് പറയാനുണ്ടോ? ഇതാണ് പറയാനുള്ളത്. എന്നാൽ ഇനി അടുത്തൊരു പോയിന്റ്, ജമാഅത്ത് ഇസ്ലാമിക്ക് മുസ്ലിങ്ങളോട് മാത്രമേ സംസാരിക്കാനുള്ളൂ? അല്ല. അതാണ് ഞാൻ ഈ ഇസ്ലാമിക പ്രസ്ഥാനം മാനവിക പ്രസ്ഥാനമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ, മുഴുവൻ മനുഷ്യരോട് സംസാരിക്കാനുള്ള പ്രസ്ഥാനം. ജമാഅത്ത് ഇസ്ലാമി സമുദായത്തിന്റെ ഉള്ളിൽ വട്ടം കറങ്ങുന്ന, കെട്ടിക്കുടുങ്ങി നിൽക്കുന്ന പ്രസ്ഥാനമല്ല. ജമാഅത്ത് ഇസ്ലാമി സംസാരിക്കുന്നത് മുഴുവൻ മനുഷ്യരോട്. അതിൽ മുസ്ലിങ്ങളോട് എന്ത് തലക്കെട്ടിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ അടിസ്ഥാനപരമായ ദൗത്യം നിർവഹിക്കേണ്ടുന്ന സത്യത്തിന്റെ സാക്ഷികളായിട്ട് മാറണം നമ്മൾ എന്നതാണ് മുസ്ലിങ്ങളോട് പറയാനുള്ളതെങ്കിൽ, മുസ്ലിങ്ങളല്ലാത്ത സമൂഹമുണ്ടല്ലോ ഇവിടെ, മുസ്ലിങ്ങളെന്ന് നമ്മൾ പറയും ചിലര്. നമ്മുടെ സഹോദരന്മാർ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ഹൈന്ദവ വിശ്വാസികളുണ്ട്, ക്രൈസ്തവരുണ്ട്, മതമില്ലാത്തവരുണ്ട്, പല വിഭാഗങ്ങളുണ്ട്. അവരോടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ജമാഅത്ത് ഇസ്ലാമിക്ക് പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ജമാഅത്ത് ഇസ്ലാമിക്ക് അവരോട് പറയാനുണ്ട്. എന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ യോഗം കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സുഹൃത്തുക്കളും സഹോദരങ്ങളും പ്രിയപ്പെട്ടവരും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചുറ്റും നമ്മൾക്ക് ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരോട് നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്നറിയോ? നിങ്ങളോട് നമുക്ക് പറയാനുള്ള, ജമാഅത്ത് ഇസ്ലാമിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യം, അതും വിശുദ്ധ ഖുർആനാണ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ, വിശുദ്ധ ഖുർആൻ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഖുർആൻ ആർക്കുള്ളതാ? വിശുദ്ധ ഖുർആൻ ആർക്കുള്ളതാ? ഖുർആൻ ഹുദൽ ലിന്നാസ്. റമദാൻ വരാൻ പോവാ, നമ്മൾ ഓതും, എല്ലാവരും ഓതാൻ റെഡി ആയിട്ടിരിക്കുക, കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുക. ഷഹ്റു റമദാനല്ലദീ
ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും വമൻ കാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. നമ്മൾ കേൾക്കാനും പറയാനൊക്കെ റെഡി ആയിട്ടിരിക്കുക. റമദാൻ, അല്ലാഹു തആല നമ്മളെ റമദാനിലേക്ക് എത്തിക്കട്ടെ. ആ വിശുദ്ധ ഖുർആനിനെ കുറിച്ച്, റമദാനിനെ കുറിച്ച് നമ്മൾ പറയും. എന്താണ് റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം എന്നതാണ്. വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം, വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാകുന്ന റമദാൻ. ആ ഖുർആനിന്റെ പ്രത്യേകത എന്താ? ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്. ഇത് മനുഷ്യർക്ക്, മുഴുവൻ മനുഷ്യർക്കുള്ള മാർഗദർശനം. മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല, സുന്നികൾക്ക് മാത്രമുള്ളതല്ല, മുജാഹിദുകൾക്ക് മാത്രമുള്ളതല്ല, ജമാഅത്ത് ഇസ്ലാമിക്ക് മാത്രമുള്ളതല്ല. ഹുദൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കുമുള്ള മാർഗദർശനം. ഈ അന്നാസ് എന്ന് പറഞ്ഞ ആരാ? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ കുല്ലുകും മിൻ ആദം വ ആദമു മിൻ തുറാബ്. നിങ്ങൾ മുഴുവനും ആദമിന്റെ മക്കളാണ്. ആദം ഈ മണ്ണിൽ നിന്ന്, ഈ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആദമിന്റെ മക്കളായി ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് 750 കോടി മനുഷ്യർ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ മുഴുവൻ മനുഷ്യർക്കുമുള്ള സൃഷ്ടാവായ തമ്പുരാൻ ആരാണ്? സൃഷ്ടാവെന്ന് പറഞ്ഞില്ലേ, റബ്ബുൽ മശ്രിഖ് വൽ മഗ്രിബ് ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു വകീല. സലീം സാഹിബ് പറഞ്ഞില്ലേ, മശ്രിഖിന്റെ മഗ്രിബിന്റെ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ചക്രവാളങ്ങളുടെ അനന്തമജ്ഞാതമായി കിടക്കുന്ന ഈ മുഴു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും നാഥനും തമ്പുരാനും വിധാതാവും സംവിധായകനുമായ റബ്ബില്ലേ, റബ്ബ് സുബ്ഹാനഹു വ തആലയില്ലേ, ആ റബ്ബ് സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യരുടെയും ഹിദായത്തിന് വേണ്ടി, മാർഗദർശനത്തിന് വേണ്ടി, അവരുടെ വഴി കാണിക്കാൻ വേണ്ടി, അവർക്ക് ഇഹലോകത്ത് ക്ഷേമവും പരലോകത്ത് മോക്ഷവും കിട്ടാൻ, ഭൂമിയിൽ സമാധാനവും ശാന്തിയും കിട്ടാൻ, ദുഃഖവും ഭയവുമില്ലാത്തൊരു ജീവിതം അവർക്ക് ലഭ്യമാകാൻ, വരാനിരിക്കുന്ന നിത്യമായ പരലോകത്ത്, നിത്യമായ ശാന്തിയുടെ സമാധാനത്തിന്റെ ലോകത്ത്, സ്വർഗലോകത്ത് അവർ ജീവിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യർക്കും മുഴുവൻ മാനവർക്കും നൽകിയിട്ടുള്ള വേദഗ്രന്ഥമാകുന്ന ഈ വിശുദ്ധ ഖുർആനിലെ ആ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് നമ്മൾ പറയണം. ആ ഖുർആനാ പറഞ്ഞത്. അപ്പൊ ഖുർആൻ ആരുടേതാ? മുഴുവൻ മനുഷ്യർക്കുള്ളതാ. ആ ഖുർആനാ പറഞ്ഞത് എന്ത്? യാ അയ്യുഹന്നാസ്, മനുഷ്യരെ. ഖുർആനിൽ എത്ര പ്രാവശ്യം മനുഷ്യരെ എന്ന് വിളിച്ച? ധാരാളം സ്ഥലത്ത് കാണാം. ഞാൻ ഓതി വെച്ചില്ലേ, അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. ധാരാളം സ്ഥലങ്ങളിൽ മനുഷ്യരെ എന്നാ ഖുർആൻ വിളിച്ചത്. മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് പൊതുവായ കാര്യങ്ങൾ പറഞ്ഞു. സത്യവിശ്വാസികളെ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ട് പിന്നെ ഈ വിളി കേട്ടുവന്ന ആളുകളോട് അയ്യുഹന്നാസ് എന്ന വിളി, ആ വിളിക്കുത്തരം നൽകി പിന്നീട് ആ വിളിക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടി മുമ്പോട്ട് വന്ന സത്യവിശ്വാസികളോട് പിന്നെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞു. അവർ പാലിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം എന്താണെന്നറിയോ? ഒന്നാമത്തെ വിളി എന്താണെന്നറിയോ? മനുഷ്യരെ എന്ന വിളിയ. ആ മനുഷ്യരെ എന്ന വിളിയിൽ ഇവിടത്തെ സകല മനുഷ്യരുമുണ്ട്. ഇവിടത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല, ഹൈന്ദവര് മാത്രമല്ല, ക്രൈസ്തവര് മാത്രമല്ല, മതമുള്ളവരും ഇല്ലാത്തവരുമായ സകല മനുഷ്യരും, എല്ലാ പേരുള്ളവനും, മുഹമ്മദും മഹമ്മദും അബ്ദുറഹ്മാനും രാമനും കൃഷ്ണനും ജോസഫും സ്റ്റാലിനും ജോഷിയും കോശിയും ഉമ്മനും തൊമ്മനും, മുഴുവൻ മനുഷ്യരും ചേർന്ന മാനവിക കുടുംബത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്. അതാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് ഈ രാജ്യത്തുള്ള മറ്റു മുസ്ലിങ്ങളല്ലാത്ത മുഴുവൻ സഹോദരങ്ങളോടും ആദമിൽ നിന്ന് പിറന്ന ഏക സത്തയിൽ നിന്നും സത്വത്തിൽ നിന്നും പിറന്ന ആദമിന്റെ ഏക പിതാവിൽ നിന്ന് പിറന്ന മക്കളായി സഹോദരന്മാരായി ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സകല മനുഷ്യരോടും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഇതാണ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കുമല്ലദീ ഖലഖക്കും. നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിന് കീഴ്പ്പെടൂ, തമ്പുരാന് കീഴ്പ്പെടും, രക്ഷിതാവിന് കീഴ്പ്പെടും, നാഥന് കീഴ്പ്പെടും. എന്ത് പേരാണ്, എന്ത് പേരിലാണ് നിങ്ങൾക്ക്, നിങ്ങൾ എന്ത് പേരിൽ വിളിച്ചാലും അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാ ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, വലില്ലാഹി അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹ്ക്ക് ധാരാളം പേരുണ്ട്. ഒരു അള്ളാഹ് മാത്രമുള്ള പേര് നിങ്ങൾക്ക് അള്ളാഹ് വിളിക്കാൻ പറ്റുന്നില്ലേ? ബുദ്ധിമുട്ടാണോ? അല്ലേ അത് മനസ്സിലാകുന്നില്ലേ? നിങ്ങൾ ഈശ്വര എന്ന് പറഞ്ഞു, ജഗതീശ്വര,
ജഗദീശ്വര, കരുണാകര, കരുണാനിധിയ, വിശ്വംബര, വിശ്വനാഥ. കേട്ടിട്ടില്ലേ? വിശ്വനാഥൻ ആരാ? റബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീനായ തമ്പുരാൻ, അവനാണ് ജഗദീശ്വരൻ, അവനാണ് ജഗന്നാഥൻ, അവനാണ് വിശ്വനാഥൻ, അവനാണ് വിശ്വംബരൻ, അവനാണ് കരുണാനിധി, അവനാണ് കാരുണ്യം. അതൊക്കെ റഹ്മാൻ, റഹീം, ഗഫൂർ, വദൂദ്, ലത്തീഫ്. അസ്മാഉൽ ഹുസ്ന വായിച്ചിട്ടില്ലേ? അള്ളാഹുവിന്റെ 99 പേരുകൾ. ആ 99 പേരുകളൊക്കെ ഈ പറഞ്ഞ പേരുകളാ. നമ്മൾ ഏതൊക്കെ പേരിൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ വാഴ്ത്തുന്നുവോ വിശേഷിപ്പിക്കുന്നുവോ ആ പേരുകളൊക്കെയും വിശുദ്ധ ഖുർആൻ തമ്പുരാന്, ദൈവത്തിന്, അള്ളാഹുവിന് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാ. ആ റബ്ബ്, ആ തമ്പുരാൻ, ആ വിശ്വനാഥൻ, ആ ജഗന്നാഥൻ, ആ വിശ്വംബരൻ, ആ ജഗദീശ്വരൻ, ആ കരുണാകരൻ, ആ കരുണാനിധി, ആ ദയാനിധി, അല്ലേ? എന്തൊക്കെ പേരുണ്ട്. ആ പേരിന്റെയൊക്കെ ഉടമയായ സാക്ഷാൽ തമ്പുരാൻ അവന് വണങ്ങി വഴങ്ങി അവന്റെ കൽപ്പനകൾക്ക് വിധേയമായി അവൻ പ്രവാചകന്മാരിലൂടെ നൽകിയ ജീവിത ദർശനത്തെ അടിസ്ഥാനമാക്കി ജീവിക്കൂ. എങ്കിൽ എന്താണ് സംഭവിക്കല്ലേ? ഈ മാർഗദർശനം പ്രപഞ്ച സൃഷ്ടാവായ തമ്പുരാൻ അവൻ മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുത്ത പ്രവാചകന്മാരിലൂടെ നൽകിയ മാർഗദർശനം പിൻപറ്റി നിങ്ങൾ ജീവിച്ചാൽ, ആര് ജീവിച്ചാൽ, ഫമൻ തബിഅ ഹുദായ, ആര് ജീവിച്ചാൽ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവന് ദുഃഖമുണ്ടാവില്ല, ഭയം ഉണ്ടാവില്ല. ദുഃഖം ഉണ്ടാവില്ല, ഭയം ഉണ്ടാവില്ല. ദുനിയാവിന് ദുഃഖം ഉണ്ടാവില്ല. ദുഃഖം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത് നഷ്ടങ്ങളെ കുറിച്ച് ഓർത്ത ദുഃഖം. അത് കിട്ടിയില്ലല്ലോ, അത് പോയില്ലല്ലോ, അങ്ങനെ ആയില്ലല്ലോ, അങ്ങനെ ആയില്ലല്ലോ, വെറുതെ ദുഃഖിക്കുക. അള്ളാഹു താല എല്ലാറ്റിനും കയ്യും കണക്കും വെച്ചു. കണക്കാക്കിയതേ കിട്ടൂ, കണക്കാക്കിയതേ സംഭവിക്കൂ. അങ്ങനെ ആയില്ലല്ലോ, ഇങ്ങനെ ആയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ദുഃഖിക്കരുത്, ദുഃഖം അരുത്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന് പറഞ്ഞിട്ടില്ലേ? ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ദുഃഖം വേണ്ട, ഭയം. ഭയം എപ്പോഴുണ്ടാവുന്നറിയോ? ഭാവിയെ കുറിച്ച് ഓർത്തിട്ടാ. എന്ത് സംഭവിക്കും, നാളെ എന്ത് സംഭവിക്കും, എങ്ങനെ ജീവിക്കും, എന്റെ കുട്ടികളെ എങ്ങനെ ജീവിക്കും, കുട്ടികളെ എങ്ങനെ ജീവിക്കും, അങ്ങനെയൊക്കെയാണോ നമുക്ക് ടെൻഷൻ വരല്. ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചനാഥൻ നൽകിയ നിയമനിർദ്ദേശങ്ങൾ സന്മാർഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമിയിൽ ആര് ജീവിച്ചാലും അവർക്ക് ദുഃഖവും ഭയവും ഉണ്ടാവില്ല. ഇതെല്ലാവരോടും കൂടിയാ പറയണം. ആ റബ്ബ്, ആ മാർഗദർശനം, ഉഅ്ബുദു റബ്ബക്കും, ആ റബ്ബിന് വഴിപ്പെട്ട് ജീവിക്കാം. എന്നാ ദുഃഖം ഉണ്ടാവില്ല, ഭയം ഉണ്ടാവില്ല. ഇത് ദുനിയാവില്. ഇനി വരാനിരിക്കുന്ന ഒരു ലോകമുണ്ട്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ്. ഇവിടെ തീർന്നു, പകുതി മുക്കാലും തീരും. എണ്ണി തീർക്കാവുന്ന ദിവസങ്ങൾ, മണിക്കൂറുകൾ, മിനിറ്റുകൾ മാത്രമേ ജീവിതത്തിലുള്ളൂ. ഇതുകൊണ്ട് മാത്രം ജീവിതം തീരൂല. ഇത് യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള ഒരു പ്രവേശന ഒരു പരിശീലന ഇടം മാത്രം. മരണം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അന്ത്യമല്ല, യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള പ്രവേശന. നമ്മളൊരു വിരി, ഒരു ഡോറ് തുറന്ന് നമ്മൾ അങ്ങോട്ട് കയറും. അവിടെയാണ് നിത്യമായ ജീവിതം. സുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യ. പിന്നെ അവിടെ ജനനവും മരണവും ഇല്ല. ജനിക്കാത്ത, മരിക്കാത്ത, നിത്യമായി ജീവിക്കുന്ന, ഖാലിദീന ഫീഹാ, എന്നെന്നും ജീവിക്കുന്ന, നിത്യമായി ജീവിക്കുന്ന ലോകം. ആ ലോകമാണ് പരലോകം. അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്, അവിടെ സുഖമുണ്ട്, ദുഃഖമുണ്ട്, അവിടെ രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്. അവിടെ നിങ്ങൾക്ക് ദുഃഖവും ഭയവും ഇല്ലാതെ ജീവിക്കാം. അപ്പൊ ദുനിയാവിലും ദുഃഖവും ഭയവും ഉണ്ടാവില്ല, അവിടെയും നിങ്ങൾക്ക് ദുഃഖവും ഭയവും ഉണ്ടാവില്ല. ഇതാണ് ഈ മാർഗദർശനം. നിങ്ങൾ പിൻപറ്റി ജീവിച്ചാൽ അതിന്റെ ഗുണവും ഫലവും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതാണ് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഇതര സമൂഹം, മുസ്ലിങ്ങളല്ലാത്ത ഞങ്ങളുടെ സഹോദരങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ഏറ്റവും മാന്യമായ ഭാഷയിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊരിക്കലും ഒരു അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഭാഷയിലല്ല. ജമാഅത്ത് ഇസ്ലാമി ഈ രാജ്യത്ത് ഒരു പ്രബോധക സംഘമാണ്. പക്ഷേ ഒരു മനുഷ്യനെ വെറുപ്പിക്കുന്ന രൂപത്തിൽ ഇത് പാടില്ല. ഒരാളെ വെച്ച് കെട്ടുന്ന രൂപത്തിൽ ഇത് പാടില്ല. ഒരാളെയും ഇൻസൾട്ട് ചെയ്തിട്ടില്ല, ഒരാളെയും ഈ പ്രസ്ഥാനം നിന്ദിച്ചിട്ടില്ല. ഒരാദർശത്തെയും ഒരാദർശം വെച്ചു പുലർത്തുന്ന ഒരു സമൂഹത്തെയും ഈ പ്രസ്ഥാനം അവഹേളിച്ചിട്ടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ് ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുഅ്മിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലം ഫിസാമ ലഹാ വല്ലാഹു സമീഉൻ അലീം. നമ്മൾ ഓതുന്നില്ലേ ലാ ഇക്റാഹ ഫിദ്ദീൻ? ഈ ദീനിൽ ഒരു ബലപ്രയോഗമില്ല. നമ്മൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരോട് നമ്മൾ പറയാ യാ അയ്യുഹന്നാസു ഉഅ്ബുദു റബ്ബക്കും. വേണമെങ്കിൽ കേട്ടാ മതി. അല്ലാഹു തആല അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂർ. നിങ്ങൾക്ക് ഒരു വഴി കാണിച്ചു തരും. ഒന്നുകിൽ നിങ്ങൾക്ക് നന്ദിയുള്ളവനാവാ, അല്ലെങ്കിൽ നന്ദി കെട്ടവൻ. അത് മനുഷ്യന്റെ സ്വാതന്ത്ര്യം. മനുഷ്യർക്ക് ദൈവം തമ്പുരാൻ നൽകിയ സ്വാതന്ത്ര്യമാണ് തള്ളാനും കൊള്ളാനും. വേണമെങ്കിൽ എടുക്കാൻ, വേണ്ടെങ്കിൽ തള്ളിക്കളയാം. പക്ഷെ മനുഷ്യരുടെ മുമ്പിൽ ഈ സംഗതി വളരെ വളരെ മാന്യമായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം.
വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. വളരെ കൃത്യവും വ്യക്തവുമായി ആളുകളുടെ മുമ്പിൽ പറയാം. അതിനാണ് ജമാഅത്ത് ഇസ്ലാമി സ്നേഹ സംവാദം നടത്താറുള്ളത്, അതിനാണ് ചർച്ചകൾ നടത്താറുള്ളത്, അതിനാണ് ജമാഅത്ത് ഇസ്ലാമി മറ്റു മനുഷ്യരെ സമീപിക്കാറുള്ളത്, അതിനാണ് വായിക്കാൻ ആവശ്യപ്പെടാറുള്ളത്, അതിനാണ് മത്സരങ്ങൾ നടത്താൻ. ഇപ്പൊ വെളിച്ചമാണ് തിരുദൂതർ ഒരു ക്യാമ്പയിൻ ഇപ്പൊ നമ്മൾ നടത്തി കഴിഞ്ഞതേ ഉള്ളൂ. എന്തിനാണ് ആ ക്യാമ്പയിൻ നടത്തിയത്? അത് മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചല്ല പ്രധാനമായി നമ്മൾ നടത്തിയത്. മുസ്ലിങ്ങളല്ലാത്ത നമ്മുടെ സഹോദരങ്ങൾ അടുത്ത് പോയിട്ട് ഈ പ്രവാചകനില്ലേ, ഈ മുഹമ്മദ് നബിയില്ലേ, ഇത് നിങ്ങളുടെ കൂടി മുഹമ്മദാ, ഇത് നിങ്ങളുടെ കൂടി പ്രവാചകനാ എന്നവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പ്രവാചകൻ മുഴുവൻ മനുഷ്യർക്കുള്ള മുന്നറിയിപ്പുകാരനും സുവിശേഷകനുമായിട്ട് വന്നിട്ടുള്ളതാ. അത് അവരോട് പറയാൻ വേണ്ടിയിട്ടാ. അത് ഏറ്റവും മാന്യമായിട്ടാ പറയാ. മാന്യമായ സംവാദം, ഏറ്റവും സുന്ദരമായ സംവാദം, സ്നേഹ സംവാദം. സ്നേഹ സംവാദം എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജമാഅത്ത് ഇസ്ലാമിയ കേരളത്തിന് പരിചയപ്പെടുത്തിയത് സ്നേഹ സംവാദം. ഈ ഇങ്ങനെ ഹിന്ദു മുസ്ലിം ഡയലോഗ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് ഞങ്ങളൊക്കെ SIO പ്രവർത്തിക്കുമ്പോൾ ഇവിടെ എന്റെ സഹപ്രവർത്തകർ ഒരുപാടുണ്ട്. ആ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. നമുക്കറിയാം, നമ്മൾ ആദ്യമായിട്ട് തൃശ്ശൂരിൽ ഹിന്ദു മുസ്ലിം ഡയലോഗ് SIOന്റെ നേതൃത്വത്തിൽ നടങ്ങി. വിനീതനായ ഞാനായിരുന്നു അതിന്റെ കൺവീനർ. നമ്മളൊക്കെ അതിൽ പങ്കെടുത്തവരായിരുന്നു. അന്ന് നമ്മൾ തുടങ്ങി വെച്ച ആ ഡയലോഗ് സംവിധാനം, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ, മുസ്ലിം കമ്മ്യൂണിസ്റ്റ്, ഇങ്ങനെയുള്ള എത്ര ഡയലോഗുകൾ നമ്മൾ ഇവിടെ നടത്തി, എത്ര സംവാദങ്ങൾ നടത്തി. അതൊക്കെയും സ്നേഹ സംവാദങ്ങളാ. ഒന്നും ആരുടെ മേലും വെച്ച് കെട്ടിയിട്ടില്ല, ഒന്നും ഒരാളുടെ മേലും അടിച്ചേൽപ്പിച്ചിട്ടില്ല, ഒരാളെയും ഇൻസൾട്ട് ചെയ്തിട്ടില്ല, ഒരാളെയും വെറുപ്പിച്ചിട്ടില്ല. ഏറ്റവും മാന്യമായി തള്ളാനും കൊള്ളാനുമുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചുകൊണ്ട് മാനിച്ചുകൊണ്ട് പറയുന്നു, ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്, ഇതാണ് രക്ഷയുടെ മാർഗം, ഇതിലാണ് ഇഹപരമോക്ഷം, ഇഹലോകത്തെ ക്ഷേമം, പരലോകത്തെ മോക്ഷം, ഇതാണ് ദുഃഖവും ഭയവുമില്ലാതെ ജീവിക്കാൻ ഈ ഭൂമിയിലുള്ള മാർഗം, വരാനിരിക്കുന്ന പരലോകത്തും രക്ഷപ്പെടാനുള്ള മാർഗം ഇതാണെന്ന് ഏറ്റവും മാന്യമായ ഭാഷയിൽ ഞങ്ങളുടെ സഹോദരങ്ങളുടെ മുമ്പിൽ സ്നേഹ സംവാദവുമായി ഇറങ്ങിച്ചെല്ലുന്ന, കടന്നു ചെല്ലുന്ന പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മുസ്ലിങ്ങൾ അല്ലാത്തവരോട് പറയാനുള്ളത് വെച്ചാൽ ഇതാ പറയാനുള്ളത്, യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അതാണ് ഞങ്ങളുടെ നമ്മുടെ റബ്ബ, മനുഷ്യരുടെ റബ്ബ, മനുഷ്യരുടെ ദൈവ. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്. ആരുടേതാ പടച്ചോൻ? ആരുടേതാ റബ്ബ്? ആരുടേതാ അല്ലാഹ്? ജനങ്ങളുടെ റബ്ബ്. റബ്ബുന്നാസ്, മനുഷ്യരുടെ തമ്പുരാൻ. മലിക്കിന്നാസ്, മനുഷ്യരുടെ ജനങ്ങളുടെ രാജാവ്. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ദൈവം. അത് മുസ്ലിങ്ങളുടെ മാത്രം ദൈവമല്ല. അപ്പൊ ഈ ഒരു കാര്യം ഈ സഹോദരങ്ങളുടെ മുമ്പിൽ അപ്പൊ നമുക്ക് പറയാനുണ്ട്. രണ്ടാമത്തെ കാര്യം അതാ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ? എവിടുന്ന ഞാൻ തുടങ്ങിയത്? ഇസ്ലാമിക പ്രസ്ഥാനം ഒരു മാനവിക പ്രസ്ഥാനമാണ്. എന്തുകൊണ്ട് മാനവിക പ്രസ്ഥാനം എന്ന് പറഞ്ഞു? ഒന്ന്, മനുഷ്യരെ മുഴുവൻ ഒരാണിന്റെ പെണ്ണിന്റെയും മക്കളായി ദൈവത്തിന്റെ ഏകോദര സഹോദരങ്ങളായ സൃഷ്ടികളായിട്ട് കാണുന്നു എന്നത്. രണ്ടാമതായി ജമാഅത്ത് ഇസ്ലാമി മാനവിക പ്രസ്ഥാനമായത് മുഴുവൻ മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ട്. മുസ്ലിങ്ങളെ മാത്രമല്ല, ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരോടും സംസാരിക്കാനുള്ള ഒരാശയവും ആദർശവും കയ്യിലേന്തി അവരുടെ മുമ്പിൽ സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ വഴികളിലൂടെ അവരുടെ മുമ്പിൽ കടന്നു ചെല്ലുന്ന പ്രസ്ഥാനമായതുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി മാനവിക പ്രസ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ 75 കൊല്ലായിട്ട് ഈ പ്രസ്ഥാന രാജ്യത്ത് പ്രവർത്തിക്കാം. ഞാൻ കൂടുതൽ നീട്ടാതെ അവസാനിപ്പിക്കാം. 7.5 പതിറ്റാണ്ട് കാലം ഈ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കാം. ഏതെങ്കിലും ഒരു ഈ പ്രസ്ഥാനത്തിനെതിരെ ഇപ്പൊ ഇവിടെ സലീം സാഹിബൊക്കെ പറഞ്ഞു എന്തൊക്കെ വൃത്തികേടുകളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്ത കാലത്തായിട്ട്. എന്തിന്റെ പിന്നിലും ജമാഅത്ത് ഇസ്ലാമി. അവസാന ആളുകൾ പിന്നിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ് ഒരു പിന്നിന്റെ സേഫ്റ്റി പിന്നിന്റെ ചിത്രം കൊടുത്തിട്ട് അതിന്റെ ഉള്ളിൽ ജമാഅത്ത് ഇസ്ലാമി ചെയ്തിട്ട് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞിട്ട് ഒരു ട്രോളൊക്കെ വരികയുണ്ടായി. കണ്ടില്ലേ നിങ്ങൾ? എന്തിന്റെ പിന്നിൽ, ഏതിന്റെ പിന്നിൽ? ഇവിടെ ജമാഅത്ത് ഇസ്ലാമി. കാറ്റടിച്ച ജമാഅത്ത് ഇസ്ലാമി, വെള്ളപ്പൊക്കം ഉണ്ടായ ജമാഅത്ത് ഇസ്ലാമി, തീ പിടിച്ച നോക്കൂ നിങ്ങൾ. ആരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടെ നേരത്തെ പറയുകയുണ്ടായി. വ്യക്തമായ അജണ്ടയോടുകൂടി പോളറൈസേഷൻ എന്ന് പറയുന്ന, ധ്രുവീകരണം എന്ന് പറയുന്ന ഭൂരിപക്ഷ വർഗീയ മനസ്സിന്റെ പിന്തുണയോടെ അധികാരത്തിലെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ. എന്താ CPM-ന്റെ ലക്ഷ്യം എന്നറിയോ? CPM-ന് ഇതൊന്നും അറിയാത്തൊന്നുമല്ല. ജമാഅത്ത് ഇസ്ലാമി പുതിയതായിട്ട് ഇവിടെ ഉണ്ടായ പ്രസ്ഥാനമല്ല. ജമാഅത്ത് ഇസ്ലാമി 75 കൊല്ലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. മാത്രമല്ല 10-20 കൊല്ലം ഇവർക്ക് പിന്തുണ കൊടുത്ത ആളാ. നമ്മളൊക്കെ ഞാൻ ആദ്യമായിട്ട് വോട്ട് ചെയ്ത അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന്. എന്താ ഞാൻ മാത്രമായിരിക്കും അന്ന് വോട്ട് ഉണ്ടായിട്ട് ആദ്യം വോട്ട് ചെയ്യാൻ ജമാഅത്ത് ഇസ്ലാമി അവിടെ തീരുമാനിച്ച അരിവാളിന് വോട്ട് ചെയ്യാൻ. എന്തിനായിരുന്നു ആ വോട്ട്? ഇവിടെ പറഞ്ഞിട്ടുണ്ടായി ഒരു പ്രത്യേക സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മുടെ വോട്ടുകൾ.
നമ്മുടെ നിലപാട് എന്തായാലും 1992 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോ ആ ബാബരി മസ്ജിദിന്റെ തകർച്ചയെ നിർനിമേഷനായി ഒന്നും മിണ്ടാതെ 16 ഭാഷകൾ അറിയുന്ന പ്രധാനമന്ത്രി ഒരു ഭാഷയിലും കാമായെന്ന് ഉരിയാടാതെ വർഗീയവാദികൾക്ക് അത് തച്ചു തകർക്കാനുള്ള അവസരം കൊടുത്തിട്ട്, രാജ്യത്ത് മുഴുവനും വർഗീയവാദികൾക്ക് തേരോട്ടം നടത്താനുള്ള അവസരം കൊടുത്തിട്ട്, മൃദു ഹിന്ദുത്വം കളിച്ചിട്ട് രാജ്യം ഭരിച്ച പതിറ്റാണ്ടുകൾ ഭരിച്ച കോൺഗ്രസ് അവരുടെ നയനിലപാടുകൾക്ക് നിന്ന് വ്യത്യസ്തമായി തോന്നിയാസത്തിലേക്ക് പോയപ്പോ അവരൊരു പാഠം പഠിപ്പിക്കാനും മറുവശത്ത് ശക്തിപ്പെടുത്താനും മറുഭാഗത്ത് ഒരു പ്രതീക്ഷയുണ്ടെന്ന് തോന്നിയത് കൊണ്ടും ആ ജമാഅത്ത് ഇസ്ലാമി അതിന് വിരുദ്ധമായിട്ട് ഇടതുപക്ഷത്തിന് പിന്തുണക്കാൻ തീരുമാനിച്ചു. ജമാഅത്ത് ഇസ്ലാമി മാത്രമല്ല, നോക്കൂ, ബാബരി മസ്ജിദ് പൊളിച്ച കാലത്ത് UDF ഉണ്ടായിരുന്ന ഒരു കക്ഷിയാണ് ലീഗ് മുന്നണി വിട്ടു. ഞാൻ അതിലേക്കൊന്നും പോവല്ലോ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലീഗ് മുന്നണി വിട്ടു. സുലൈമാൻ സൈഡ് സാഹിബിനെ പോലുള്ള ഒരുപാട് നേതാക്കന്മാര് ശക്തമായ കോൺഗ്രസ് വിരോധം കാരണം കോൺഗ്രസ് കാണിച്ച നെറികേടിന്റെ ഫലം അവർ പാർട്ടി വിട്ടുപോയി. വേറെ INL എന്ന പാർട്ടി ഉണ്ടായി. എന്തൊക്കെ ഇവിടെ സംഭവിച്ചു? ജമാഅത്ത് ഇസ്ലാമി മാത്രം ഇടതുപക്ഷ എന്താണ് ആ പിന്തുണക്കാരന്റെ സാഹചര്യം? അന്നത്തെ സാഹചര്യമാണ്. അന്നത് ശരിയായിരുന്നു. കാലം മാറി, ഒരുപാട് സാഹചര്യങ്ങൾ ചുറ്റുപാടുകൾ മാറി വന്നപ്പോ ഓരോ കാലത്തും തെരഞ്ഞെടുപ്പ് വരുമ്പോ നയനിലപാടുകൾ വരും. അപ്പോ ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ഭീകര ശക്തികളെ പുറത്തു കിടക്കാൻ തമ്മിൽ ഭേദം, കോൺഗ്രസിന് കുറെ കുഴപ്പങ്ങളുണ്ട്, എന്നാൽ തമ്മിൽ ഭേദം ഇപ്പോൾ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് അവരെ ശക്തിപ്പെടുത്തണം. ദേശീയ തലത്തിൽ കോൺഗ്രസ് ശക്തിപ്പെടണമെന്ന് തീരുമാനിച്ചപ്പോ ജമാഅത്ത് ഇസ്ലാമി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. കോൺഗ്രസ് മുന്നണിക്ക്, ഇന്ത്യ മുന്നണി, അതിൽ കോൺഗ്രസ്. അതാണ് CPM-നെ ചോടിപ്പിച്ചത്. അതുവരെ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് 10-20 കൊല്ലക്കാലം ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഞാൻ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരുന്നു, പലരും കണ്ടിട്ടുണ്ടാവും. കാരണം ഞങ്ങളുടെ നാട്ടില് ജമാഅത്ത് ഇസ്ലാമി CPM ഭരിച്ചത്, CPM ഞങ്ങളുടെ നാട്ടിൽ പഞ്ചായത്തിൽ ഭരിച്ചത് ആകെ 2 പ്രാവശ്യം. മുസ്ലിം ലീഗ് ഭരിക്കുന്ന, UDF ഭരിക്കുന്ന പഞ്ചായത്ത 2 പ്രാവശ്യം ഭരിച്ചത്. ആ 2 പ്രാവശ്യവും ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ വോട്ട് പിടിക്കാൻ ഇറങ്ങി, ഞങ്ങൾ പ്രസംഗിക്കാൻ ഇറങ്ങിയിരുന്നു. കാരണം അന്ന് നമ്മൾ അവരുടെ ധാരണയായിരുന്നു, നമ്മളും അവരും ധാരണയായിരുന്നു. എന്റെ വീട്ടിൽ നിന്നിട്ട് ഞങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തിട്ട് അങ്ങനെ തീരുമാനം എടുത്തതാണ്. ജമാഅത്ത് ഇസ്ലാമി അങ്ങോട്ട് പോയതല്ല, അങ്ങോട്ട് വന്നതല്ല. അവിടുത്തെ ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാരും മറ്റും ഞാൻ പേര് വെച്ച് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ വെറുതെ പറയല്ല. അവർ എന്റെ വീട്ടിൽ വന്ന് നമ്മളോട് ചർച്ച ചെയ്ത്, ഞങ്ങളുടെ നേതാക്കന്മാരും അവർ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ്. അപ്പൊ അന്നൊന്നും ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു അപകടമില്ല. അന്ന് ജമാഅത്ത് ഇസ്ലാമി മാനവിക കാഴ്ചപ്പാടുള്ള, ആഗോള കാഴ്ചപ്പാടുള്ള പ്രസ്ഥാനം എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാരെ ഇവരൊക്കെ സ്വീകരിച്ചു. അരിഫൽ സാഹിബിനെ സ്വീകരിച്ചു, മുജീബ് സാഹിബിനെ സ്വീകരിച്ചു, MI സാഹിബിനെ സ്വീകരിച്ചു, കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു, ചായ സൽക്കാരം നടത്തി. കണ്ടില്ലേ ആരൊക്കെ? കോടിയേരി ബാലകൃഷ്ണൻ, പിണറായി വിജയൻ, പിന്നെ നോക്ക് നമ്മുടെ വന്യവയോധികനായിരുന്ന TK അബ്ദുള്ള സാഹിബ് അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുക, കുറ്റ്യാടി. അദ്ദേഹത്തിന്റെ വീട് എവിടെ കയറി പോണം കണ്ടിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. അങ്ങോട്ട് കയറി പോണം. അവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ EP ജയരാജൻ. എന്നിട്ട് TK അബ്ദുള്ള സാഹിബിന്റെ വീടിന്റെ മുമ്പിൽ കുത്തിയിരുന്നിട്ട് 2 പേര് എടുത്ത ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ? അതെന്തായിരുന്നാലും TK അബ്ദുള്ള സാഹിബ് EP ജയരാജന്റെ അവിടെ പോയിരിക്കല്ലോ. TK അബ്ദുള്ള സാഹിബ് ഒരു ബനിയനിട്ടായിരിക്കണം. നിഷേധിക്കാൻ പറ്റുമോ? ഇവിടെ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും കാലം ഇങ്ങനെ ഒന്നിച്ചു നിൽക്കുക, അല്ലെങ്കിൽ സഹകരിക്കുകയും ഒരു നിലപാടിന്റെ പേരിൽ ജമാഅത്ത് ഇസ്ലാമി പിന്തുണയ്ക്കുകയും ആ വോട്ടുകളൊക്കെ വാങ്ങി, ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടും വാങ്ങി, അധികാരത്തിൽ 10 വോട്ടാണെങ്കിൽ 10 വോട്ട് വാങ്ങി അധികാരത്തിലെത്തുകയും സ്ഥാനങ്ങൾ വഹിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒരു സുപ്രഭാതത്തിൽ ജമാഅത്ത് ഇസ്ലാമി മറ്റൊരു നയത്തിന്റെ നിലപാടിന്റെ ഭാഗമായി അപ്പുറത്തേക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ വർഗീയവാദി, RSSനേക്കാളും കുഴപ്പം പിടിച്ചവർ. പിന്നെ നോക്ക്, വായി തോന്നിയത് മുഴുവൻ വിളിച്ചു പറയാം, വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തൊക്കെ വൃത്തികേടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച്. വർഗീയതയാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, വർഗീയതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇവിടെ സലീം സാഹിബ് പറഞ്ഞു, ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ അത് ഞങ്ങൾ അംഗീകരിക്കും. പക്ഷെ ഖുർആൻ എന്താ പറഞ്ഞാന്നറിയോ? മനുഷ്യരെ നിങ്ങളെല്ലാം ഒരാണിന്റെയും പെണ്ണിന്റെയും മക്കളാ. വർഗീയതയില്ല. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞാന്നറിയോ? മൻ ദഅ ഇലാ സബിയ്യത്തിൻ ഫലൈസ മിന്നാ. വർഗീയതയിലേക്ക് ക്ഷണിച്ചവൻ നമ്മിൽപ്പെട്ടവനല്ല. വർഗീയതയിലേക്ക് ക്ഷണിച്ചവൻ നമ്മിൽപ്പെട്ടവനല്ലെന്ന് പഠിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാ ഞങ്ങൾ. എന്നിട്ട് ഞങ്ങളെ വർഗീയവാദികൾ. ജമാഅത്ത് ഇസ്ലാമിയുടെ 75 കൊല്ലത്തെ ചരിത്രത്തിനിടയിൽ ഏതെങ്കിലും ഒരു വർഗീയ പ്രവർത്തനം ഈ പ്രസ്ഥാനം നടത്തിയതിന്റെ തെളിവ് കൊണ്ടുവരാൻ സാധിക്കോ? സഖാക്കൾക്ക് സാധിക്കില്ല. സഖാക്കൾ എന്നല്ല, ജമാഅത്ത് ഇസ്ലാമിയെ 2 തവണ നിരോധിച്ചിട്ടുണ്ട്. ഇവിടെ അന്യായമായ നിരോധനം, അത് കോൺഗ്രസ്സുകാർ ചെയ്ത് തന്നെ 2 തവണ RSSന് തൂക്കമൊപ്പിക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ചു.
ജമാഅത്ത് ഇസ്ലാമി എന്താ ചെയ്തത്? കോടതിയിൽ പോയി. പരമോന്നത നീതിപീഠം സുപ്രീം കോടതി ജമാഅത്ത് ഇസ്ലാമിയുടെ മുഴുവനും സാഹിത്യവും ചരിത്രവും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇവരിൽ ഒരു കുഴപ്പമില്ല. എന്തിനു നിരോധിച്ചു? മറുപടി പറയാനില്ല. അപ്പൊ സുപ്രീം കോടതി പോയിട്ട് ഒരു വക്കീല് പറഞ്ഞു, ഇവര് മുഹമ്മദ് റസൂലുള്ള എന്ന് പറയേണ്ട മുഹമ്മദ് അല്ലാതെ ദൈവമല്ല എന്ന് പറയുന്നു. ഒരു വക്കീല് സോളിസിറ്റർ ജനറൽ ആണ് പോലും കോടതി പോയി പറഞ്ഞു, ജമാഅത്ത് ഇസ്ലാമിക്കാര് പറയണം മുഹമ്മദ് മാത്രമേ ദൈവമുള്ളൂ. ഈ ജാതി പൊട്ടത്തരക്കാട് വിളിച്ചു പറഞ്ഞു. കോടതി ചിരിച്ചു, തള്ളി. ജമാഅത്ത് ഇസ്ലാമിയുടെ നിരോധം നീക്കണം. ക്ലീൻ ചിറ്റ് ജമാഅത്ത് ഇസ്ലാമി 2 തവണയും സുപ്രീം കോടതി തലനാരിയുടെ കീറി പരിശോധിച്ച ക്ലീൻ ചിറ്റുമായിട്ടായി രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഉറുമ്പിനെ ഈ പ്രസ്ഥാനം തോന്നിച്ചിട്ടില്ല. ഒരു മനുഷ്യനെ ഈ പ്രസ്ഥാനം ഉപദ്രവിച്ചിട്ടില്ല. വെറുപ്പിന്റെ ഒരു ശബ്ദം ജമാഅത്ത് ഇസ്ലാമിയുടെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ, ജമാഅത്ത് ഇസ്ലാമിയുടെ ഏതെങ്കിലും ഒരു പേജിൽ, ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു നേതാവിന്റെ വായിൽ നിന്നും വർഗീയതയുടെ, വംശീയതയുടെ, വിരോധത്തിന്റെ, വെറുപ്പിന്റെ ഒരു വാക്ക് പുറത്തു വന്നിട്ടുണ്ടെന്ന് തെളിയിക്കാൻ ഇന്ന് ജമാഅത്ത് ഇസ്ലാമി വർഗീയമെന്ന നാഴികക്ക് 40 വട്ടം പൂരപ്പുറത്ത് കയറി കൂവിക്കൊണ്ടിരിക്കുന്ന ഗോവിന്ദന്മാർക്കും സഖാക്കൾക്കും സാധിക്കുമോ എന്ന് വെല്ലുവിളിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സാധിക്കൂല നിങ്ങൾക്ക്. ജമാഅത്ത് ഇസ്ലാമിയുടെ ചരിത്രം അതാ. ഇത് മാനവികതയിലാണ് വിശ്വസിക്കുന്നത്, വർഗീയതയിലല്ല, വിരോധത്തിലല്ല, സ്നേഹത്തിലാണ് വിശ്വസിക്കുന്നത്, സംഘർഷത്തിലല്ല, സമാധാനത്തിലാണ് വിശ്വസിക്കുന്നത്, അകൽച്ചയിലല്ല, അടുപ്പത്തിലാണ് വിശ്വസിക്കുന്നത്. സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം രാജ്യത്തും ലോകത്തും നിലനിൽക്കണമെന്ന് വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ്. സമാധാനപരമായ ആശയപ്രചരണം നടക്കണമെന്ന് വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ്. അപ്പൊ ആ പ്രസ്ഥാനത്തെ കുറിച്ച് അങ്ങനെ അങ്ങ് പറയാം, വർഗീയത, ഇതാണ് വർഗീയതയുടെ കോലം. ഇതിനെ വർഗീയത കളിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ പറഞ്ഞില്ല, എനിക്കൊക്കെ കൂടെ പറയാൻ സമയമില്ല, ഞാൻ നിർത്താം. വേറൊരു കാര്യം പറയുന്നുണ്ടല്ലോ, മതരാഷ്ട്രവാദം. അതുകൂടെ പറയട്ടെ. മതരാഷ്ട്രവാദമാണ് ജമാഅത്ത് ഇസ്ലാമി. നിങ്ങളോട് ആരാത് പറഞ്ഞത്? ആരാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് ഇല്ലാത്ത വാദം ജമാഅത്ത് ഇസ്ലാമിയുടെ പേരിൽ വെച്ചിട്ട? എവിടെയാണ് ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രം ലക്ഷ്യം വെക്കുന്നു എന്ന് എവിടെയാണ് പറഞ്ഞത്? ആരാണ് പറഞ്ഞിട്ടുള്ളത്? ജമാഅത്ത് ഇസ്ലാമിയൊക്കെ അങ്ങനെ ഒരു മതരാഷ്ട്രവാദമല്ല, തിയോക്രസി, തിയോക്രാറ്റിക് സ്റ്റേറ്റ്. ഇതൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങൾ, നമ്മളെ വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ യൂറോപ്പിൽ നിന്ന് വന്നതാണ്. ഈ മതരാഷ്ട്രവാദം എന്നുള്ള സങ്കല്പവും ചർച്ച എവിടെ ഉണ്ടായത്? യൂറോപ്പിൽ ഉണ്ടായതാണ്. പോപ്പ്, പുരോഹിതൻ, ആ പോപ്പും പുരോഹിതനും മാർപ്പാപ്പ നിയന്ത്രിക്കുന്ന ഭരണം, അവിടെ നിയമം എന്താണെന്നും അവിടുത്തെ ഭരണം എന്തായിരിക്കണമെന്ന് പള്ളിമേടയിൽ നിന്ന് മാർപ്പാപ്പ നിയന്ത്രിക്കുന്ന, പോപ്പ് നിയന്ത്രിക്കുന്ന പപ്പായിസത്തിന്റെ തിയോക്രസിയുടെ, തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ സംവിധാനമാണ് മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞത്. ഇത് കേരളത്തിൽ പരിചയം ഉണ്ടായിരുന്നില്ല. ഇത് ഇവിടെ കൊണ്ടുവന്ന് പറയാൻ തുടങ്ങിയത് നമ്മൾ അമീർ ചേന്നമംഗലിനെ പോലുള്ള മതവിരോധികൾ ആദ്യം. പിന്നെ ഖേദകരമെന്ന് പറയട്ടെ, അത് ഏറ്റെടുത്ത് ഇവിടെ പറഞ്ഞത് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം. എങ്ങനെയും ജമാഅത്ത് ഇസ്ലാമിയെ പറഞ്ഞ് തളർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ അവരാണ് മതരാഷ്ട്രവാദമാണ് ജമാഅത്ത് ഇസ്ലാമിക്കുമുള്ളത് എന്ന് ഹമീദ് ചേന്നമംഗലൂരിന്റെ ശുദ്ധ യുക്തിവാദിയും നിരീശ്വരവാദിയും താന്തോന്നിയുമായ ഒരു മനുഷ്യന്റെ വാക്കുകൾ, ആരോപണങ്ങൾ കടമെടുത്തിട്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തിന് ആരോപിച്ചത് ഈ സംഘടനക്കാരാണ്. നമുക്ക് സങ്കടമുണ്ട്, പക്ഷെ വിരോധമൊന്നുമില്ല. ജമാഅത്ത് ഇസ്ലാമിക്ക് അങ്ങനെ ഒരു മതരാഷ്ട്രവാദം ഇല്ല. ജമാഅത്ത് ഇസ്ലാമി എന്താ പറയുന്നത്? ഇഖാമത്തുദ്ദീൻ. എന്താ അതിന്റെ ഭരണഘടനയിൽ പറഞ്ഞത്? ഇഖാമത്തുദ്ദീൻ. ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിന്റെ സംസ്ഥാപനം. ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? ദീൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ജനിച്ചു മരിക്കുന്നത് വരെയുള്ള അവന്റെ ജീവിതത്തിലെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന സമഗ്രവും സമ്പൂർണവുമായ ഒരു കാഴ്ചപ്പാടാണ്. വ്യക്തിജീവിതം, കുടുംബജീവിതം, സാമൂഹ്യ രംഗം, സാമ്പത്തിക രംഗം, രാഷ്ട്രീയ രംഗം, ഭരണം, അധികാരം, ഇതൊക്കെ ഉണ്ട് ദീനിന്. ഇതൊക്കെ ഉണ്ട്. നമ്മൾ പ്രതിദാനം ചെയ്യുന്ന ഈ ദീനിനെയാണ്. ഇതിൽ പകുതി വെട്ടിമാറ്റിയിട്ട് ഒഴിവാക്കിയിട്ട് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ജമാഅത്ത് ഇസ്ലാമി ചെയ്ത കുറ്റം എന്താ? ഈ ദീൻ സമഗ്രാണെന്ന് പറഞ്ഞു, ഈ ദീൻ സമ്പൂർണ്ണാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പള്ളിയിലെ ഇമാമ് മാത്രമായിരുന്നല്ല, ഒരു രാജ്യം ഭരിച്ച ഭരണാധികാരി കൂടിയായിരുന്നു എന്ന് പറഞ്ഞു. അതിന് പ്രവാചകന്റെ മാതൃക ഉണ്ടെന്ന് പറഞ്ഞു. മദീനയാകുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. 10 കൊല്ലം പ്രവാചകൻ അതിന് നേതൃത്വം നൽകിയെന്ന് പറഞ്ഞു. പിന്നെയോ 13 നൂറ്റാണ്ട് കാലം ആ പാരമ്പര്യത്തിൽ ലോകത്ത് ഒരു ഇസ്ലാമിക വ്യവസ്ഥ ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ നിലനിന്നിരുന്നു എന്ന് പറയും. ഇതൊക്കെ ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞതാ. ഖുർആനിൽ ചുരുങ്ങിയത് 200 ആയത്തുകളെങ്കിലും രാഷ്ട്രീയം പറയുന്ന ആയത്തുകളാണ്. ഖുർആനിലെ ഒരു സാമൂഹിക സംവിധാനത്തെ സംബന്ധിച്ച് മനുഷ്യര് ജീവിതത്തെ മുഴുവനും റബ്ബിന് സമർപ്പിക്കുന്ന, അതില് ഭരണോ അധികാരോ രാഷ്ട്രീയമൊക്കെ അതിന്റെ ഭാഗ.
فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما. ഖുർആൻ പറഞ്ഞല്ലേ, നമ്മൾ പറഞ്ഞതാ. അള്ളാന്റെ റസൂലിനെ രാഷ്ട്രീയ നേതാവും ഭരണാധികാരിയും കൂടി ആയിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മുസ്ലിം ആവില്ല. ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞതാ. അപ്പൊ ഖുർആനിലുള്ളതാ, അള്ളാന്റെ റസൂൽ മാതൃകയാണ്. അപ്പൊ നമ്മൾ പറയുന്നത് വ്യക്തിജീവിതം മുതൽ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ തലങ്ങൾ മുഴുവനും സ്പർശിക്കുന്ന സമഗ്രവും സമ്പൂർണവുമായ ഒരു കാഴ്ചപ്പാട് ദീൻ അതുണ്ട് നമ്മൾ പറഞ്ഞു. അല്ലാതെ കേവലമായ ഒരു മതരാഷ്ട്രവാദം, ഒരു തിയോക്രസി ജമാഅത്ത് ഇസ്ലാമി ഇവിടെ പറഞ്ഞിട്ടില്ല. ശുദ്ധ സംബന്ധം അതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള കുപ്രചാരണങ്ങൾ ഈ പ്രസ്ഥാനത്തിന് ഉപകാരപ്പെടുകയേ ഉള്ളൂ. ജമാഅത്ത് ഇസ്ലാമി മനുഷ്യർക്ക് വേണ്ടി നിൽക്കുന്ന പ്രസ്ഥാനം കണ്ടില്ല നിങ്ങൾ? ഞാൻ വന്നപ്പോ അങ്ങനെ ശ്രദ്ധിക്കായിരുന്നു. ഇതാ വെളിയങ്കോട് പീപ്പിൾസ് വില്ലേജ് തറക്കല്ലിടം, ഇതെന്താണെന്നറിയോ? ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ സേവന. ജമാഅത്ത് ഇസ്ലാമി മനുഷ്യർക്ക് വേണ്ടിയാ. ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടില്, വെള്ളപ്പൊക്കമുണ്ടായ തെക്കും വടക്കുമുള്ള പ്രദേശങ്ങളിലെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നിടത്ത് മനുഷ്യരെവിടെ കഷ്ടപ്പെടുന്നു അവിടെ ഓടിയെത്തിയിട്ട് അവർക്ക് രക്ഷാപ്രവർത്തനം നടത്തി ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു സേവന വിങ്ങുണ്ട്. IRW കണ്ടിട്ടുണ്ടോ? നീലക്കുപ്പായക്കാർ, ആണും പെണ്ണൊക്കെ ഉണ്ട്. ഗവൺമെന്റ് പോലീസും പട്ടാളക്കാരും പോയാൽ പോലും പോകൂലെന്ന അവസാനത്തെ മനുഷ്യൻ ഒരു വിരലിൽ മനുഷ്യന്റെ ഒരു അവസാനത്തെ അവശിഷ്ടവും മണ്ണിൽ നിന്ന് കണ്ടെടുത്ത് അതും മറവ് ചെയ്ത് ആ കുടുംബത്തെ ആശ്വസിപ്പിച്ചിട്ട് IRW പോകുന്ന ഒരുപോലെ എല്ലാവരും സമ്മതിച്ചിട്ടുള്ള ആ IRW ജമാഅത്ത് ഇസ്ലാമിയുടേതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 100 കണക്കിന് വീടുകൾ അനാഥർക്കും അഗതികൾക്കും വിധവകൾക്കും കേറിക്കിടക്കാൻ ഒരു ഇഞ്ച് ഒരു കൂരയില്ലാത്ത മനുഷ്യർക്കും പാവപ്പെട്ടവർക്കും ആകാശത്തിന് കീഴ ഭൂമി മുകളിൽ അതിന് അപ്പുറത്തൊന്നുമില്ലാതിരുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ഇത് കണ്ടില്ലേ മനോഹരമായ വീടുകൾ നിർമ്മിച്ചു കൊടുത്ത പീപ്പിൾസ് വില്ലേജ്, പീപ്പിൾസ് ഫൗണ്ടേഷൻ ജമാഅത്ത് ഇസ്ലാമിയുടേതാണ്. സക്കാത്ത് കമ്മിറ്റി, ബൈത്തുൽ സക്കാത്ത് കേരളത്തിലുടനീളം അതിനെക്കുറിച്ചുള്ള വലിയ വിവാദം നടക്കല്ലേ. സക്കാത്ത് സംഘടിതമായിട്ട് കൊടുക്കാൻ പറ്റുമോ പറ്റൂല എന്നൊക്കെയാണ്. സക്കാത്തിനെ കുറിച്ച് അറിയുന്നവർക്കൊക്കെ അറിയും സംഘടിതമായിട്ട് കൊടുക്കാൻ പറ്റും. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ആ സംഘടിത സക്കാത്തിലൂടെ ജമാഅത്ത് ഇസ്ലാമിയെ വിശ്വസിച്ചു ബൈത്തുൽ സക്കാത്ത് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ നല്ല മനുഷ്യർ കൊടുക്കുമ്പോൾ അത് രാജ്യത്ത് പാവപ്പെട്ട മനുഷ്യർക്ക് കണ്ടെത്തി വീട് കൊടുത്തിട്ട്, തൊഴിൽ കൊടുത്തിട്ട്, കച്ചവടം കൊടുത്തിട്ട്, വരുമാനം കൊടുത്തിട്ട്, വിദ്യാഭ്യാസത്തിന് സൗകര്യം ചെയ്തു കൊടുത്ത് മനുഷ്യരെ പുനരധിവസിപ്പിക്കുന്ന, മനുഷ്യരോടൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനം. അന്നാസുലിന്നാസ്, അറബിയിൽ ഒരു പ്രയോഗമുണ്ട്. മനുഷ്യർക്ക് വേണ്ടിയാണ് മനുഷ്യൻ, മനുഷ്യർക്ക് വേണ്ടി. ആ പ്രയോഗത്തെ അന്വർത്ഥമാക്കുന്ന, അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കുന്ന പ്രസ്ഥാനം അതാണ് ജമാഅത്ത് ഇസ്ലാമി. ആ ജമാഅത്ത് ഇസ്ലാമിയെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നടത്തുന്ന കുപ്രചരണം ഈ പ്രസ്ഥാനത്തെ കൂടുതൽ ആളുകളിലേക്ക് മനസ്സിലാക്കാൻ മാത്രമേ ഉപകാരപ്പെടൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സന്തോഷമുണ്ട്. കാരണം ജമാഅത്ത് ഇസ്ലാമിക്ക് ഞങ്ങൾ നാലാട് പറഞ്ഞാൽ ഞങ്ങൾ കൂട്ടിയാൽ കൂടൂല. വൈഡ് പബ്ലിസിറ്റി. ഇപ്പൊ ഞങ്ങൾക്കിത് പോയിട്ട് ശരിക്കും എന്താന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അള്ളാഹുവിന്റെ റസൂലിന് മുമ്പ് അങ്ങനെയാണല്ലോ ഉണ്ടായത്. ആദ്യം ശത്രുക്കളാ പ്രചാരണം കൊടുത്തത്, പിന്നെ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ആളുകൾ മനസ്സിലാക്കിയത്. അലം നശ്റഹ് ലക സദ്റക് വവളഅനാ അൻക വിസ്റക് അല്ലദീ അൻഖള ലഹ്റക് വറഫഅനാ ലക ദിക്റക് വറഫഅനാ ലക ദിക്റക്. താങ്കളുടെ പ്രശസ്തി നാം ഉയർത്തി തന്നില്ലേ? വിശുദ്ധ ഖുർആൻ ചോദിച്ചു, എങ്ങനെയാ പ്രശസ്തി ഉയർത്തിയെന്നറിയോ? ഇപ്പൊ ഈ CPM-ഉം ഈ പറഞ്ഞ തൽപര കക്ഷികളും നടത്തുന്നില്ലേ ഈ പണി? അന്ന് അവിടെ കുറച്ച് ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് നടത്തിയപ്പോഴാണ്. അതിലൂടെ സത്യം മനസ്സിലാക്കാൻ ആളുകൾ മുമ്പോട്ട് വന്നു. ഇസ്ലാമിക പ്രസ്ഥാനത്തെ മനസ്സിലാക്കാൻ ആളുകൾ മുമ്പോട്ട് വരും. ഇത് ഏറ്റവും നല്ലൊരു അവസരമായിട്ട് നമ്മൾ കാണുന്നു. പ്രിയമുള്ളവരെ, ഊർജ്ജസ്വലരായി പ്രവർത്തിക്കാം. എനിക്ക് എന്റെ സഹപ്രവർത്തകരോട് പറയാനുള്ളത് ഏറ്റവും നല്ല അവസരമാണ്. സർവാത്മന സജ്ജരായി, സമർപ്പിതരായി അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, നേരിന് വേണ്ടി മുഴുവൻ മനുഷ്യരെ അഭിസംബോധന ചെയ്തുകൊണ്ട്, മാനവികതയുടെ ശബ്ദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, മനുഷ്യരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിനും ലോകത്തിനും മനുഷ്യർക്കും വേണ്ടി പ്രവർത്തിക്കുക. ഈ ലോകം നമുക്കുള്ളതാണ്, വരാനിരിക്കുന്ന പരലോകവും നമുക്കുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.